പ്രിയപ്പെട്ടവരെ, മില്ലത്ത് കോൺക്ലേവിൻ്റെ ഭാഗമായി 2 ദിവസങ്ങളിലായിട്ട് നടക്കുന്ന ഈ ഒരു ലിറ്ററേച്ചർ ഫെസ്റ്റിൻ്റെ അവസാനത്തെ സെഷനിലാണ് നമ്മളിരിക്കുന്നത്. ഇന്നലെയും ഇന്നുമായി നമ്മൾ ഒരുപാട് സംസാരിച്ചു, ഒരുപാട് കേട്ടു. അതിൽ കാൽപന്ത് കളിയെക്കുറിച്ചും രാഷ്ട്രീയത്തെക്കുറിച്ചും നമ്മുടെ സംസ്കാരത്തെക്കുറിച്ചും പുതിയ കാലത്തെ ആശയങ്ങളെക്കുറിച്ചും വ്യവസായ മേഖലകളെക്കുറിച്ചുമൊക്കെ അറിഞ്ഞും പറഞ്ഞും നമ്മൾ ഇത്രയും ദിവസം ഈ 2 ദിവസത്തിൻ്റെ പല പല ഘട്ടങ്ങളിലായിട്ട് കഴിഞ്ഞുപോയി. ഇനി ഒരു തുറന്ന ചിന്തയ്ക്കുള്ള, തുറന്ന ആലോചനയ്ക്കുള്ള ഒരു സമയമാണ്. നമ്മളെ ഒരുമിച്ചിരിപ്പിക്കുന്നത് യഥാർത്ഥത്തിൽ വലിയൊരു ആശയമാണ്. ഒരു പുഴയുടെ പേരിൽ ഒരു ലിറ്ററേച്ചർ ഫെസ്റ്റ് നടക്കുക എന്ന് പറയുന്നത്, അത് ഇത്രയും ജനനിബിഡമായിട്ടുള്ള ഒരു വേദിയിലേക്ക് എത്തിക്കുക എന്ന് പറയുന്നത് ചെറിയ കാര്യമല്ല. വാഴക്കാട് പഞ്ചായത്ത് മുസ്ലിം ലീഗ് കമ്മിറ്റിയെ ആ കാര്യത്തിൽ ഞാൻ അഭിനന്ദിക്കാൻ ആഗ്രഹിക്കുകയാണ്. ഒരു പുഴ എന്ന് പറയുമ്പം അതൊരു ഇമോഷനാണ്. നമ്മളെ എല്ലാ ഭാവങ്ങളെയും കണ്ട് ഒഴുകിപ്പോകുന്ന, നമ്മൾക്കൊപ്പമുള്ള ഒരു ഘടനയാണ് യഥാർത്ഥത്തിൽ പുഴ എന്നുള്ളത്. ചാലിയാറിൻ്റെ പേര് പറയുമ്പം അത് നിലമ്പൂരിലൂടെ ഒഴുകി നമ്മളുടെ തൊട്ടടുത്ത് എത്തി നിൽക്കുമ്പം ഒരു സംസ്കാരവും ആ സംസ്കാരത്തിലൂടെ വളർന്നിട്ടുള്ള ഒരു ജനതയുടെയും ആശയവും ആത്മസംഘർഷങ്ങളും ഒക്കെ നമ്മൾ പറയേണ്ടതുണ്ട്. ഈ നാട്ടുകാരുടെ ഒരു പ്രത്യേകതയുണ്ട്. ഒട്ടും മടിയില്ലാതെ ജോലി ചെയ്യാൻ തയ്യാറുള്ള ഒരു കൂട്ടം മനുഷ്യരാണ് ഈ വാഴക്കാട് പ്രദേശങ്ങളിൽ ഉള്ളത് എന്ന് എനിക്ക് തോന്നിയിട്ടുണ്ട്. ഒരു മടിയില്ല അവർക്ക്. പിന്നെ ഈ നാട്ടുകാരെ അറിയും തോറും എനിക്ക് തോന്നിയ മറ്റൊരു അനുഭവം, വാക്കുകൾക്ക് ഊക്കുള്ള മനുഷ്യന്മാർ ഇവിടെ ഉണ്ട് എന്നുള്ളതാ. അതാണാണെങ്കിലും പെണ്ണാണെങ്കിലും ആ വാക്കുകളുടെ ഉശിര്, ഊക്ക് എവിടെ പോയാലും ഒരു വാഴക്കാട്ടുകാരിയെ അല്ലെങ്കിൽ വാഴക്കാട്ടുകാരനെ കാണിച്ചു തരാറുണ്ട്. പിന്നെ നേരത്തെ സെഷനുകളിലൊക്കെ സംസാരിച്ചു പോകുന്ന ഒരു കാര്യം, ഈ നാടിൻ്റേത് മാത്രമായിട്ടുള്ള ഒരു സംസ്കാരമുണ്ട്. അത് വാക്കിലൊക്കെ ഉണ്ട്. എത്താന്ന് ചോദിക്കുന്നവരുണ്ട്, പാത്ത് വെക്കാണോ എന്ന് പറയുന്നവരുണ്ട്, ജെവിടുന്നാന്ന് ചോദിക്കുന്നവരുണ്ട്. അത് ഈ പ്രദേശത്തേക്ക് വരുമ്പോൾ ഉണ്ടാകുന്ന ലിംഗ്വിസ്റ്റിക് ആയിട്ടുള്ള വർത്തമാനം കൂടിയാണ്. അപ്പൊ ആ സംസ്കാരത്തിന് നെഞ്ചേറ്റുന്ന ഒരു പറ്റം മനുഷ്യർ ചേർന്ന് ഈ നാടിൻ്റെ കഥ പറയുകയും ഇവിടുത്തെ ചരിത്രം അന്വേഷിച്ചു പോവുകയും അതിനോടൊപ്പം തന്നെ മുന്നോട്ടുള്ള കാലത്തിന് ഉറ്റുനോക്കുകയും ചെയ്യുന്നവരാണ്. നിങ്ങളെ എല്ലാവരെയും ഈ സായാഹ്നത്തിലെ അവസാനത്തെ സെഷനിലേക്ക് ഞാൻ സ്വാഗതം ചെയ്യുന്നു. ഇനി ഇതുവരെ നിങ്ങൾ കേട്ടതൊക്കെ ചരിത്രമാകാം, വർത്തമാന കാര്യങ്ങളാകാം. ഇപ്പോൾ നമ്മളുടെ മുമ്പിൽ ഈ വേദിയിൽ അതിഥിയായിട്ടുള്ളത് ബഹുമാന്യരായിട്ടുള്ള PMA ഗഫൂർ സാഹിബാണ്. ഒരു പരിചയപ്പെടുത്തലിൻ്റെയും ആവശ്യമില്ല. നമ്മളൊക്കെ സാകൂതം കേൾക്കാൻ ആഗ്രഹിക്കുന്ന വാക്കുകളാണ് അദ്ദേഹത്തിൻ്റെത്. ഗ്രന്ഥകാരനാണ്, പ്രഭാഷകനാണ് എന്ന് പറയുന്നതിനേക്കാൾ എനിക്കിഷ്ടം അദ്ദേഹം സഹൃദയമായിട്ട് സംസാരങ്ങൾ നമ്മൾക്ക് നൽകുന്ന വ്യക്തി എന്ന് പറയാനാണ്. ഒരു പ്രഭാഷകൻ എന്ന് പറയുമ്പോൾ കുറച്ചുകൂടെ ഗൗരവമുള്ള വാക്കായിട്ട് അതിനെ മാറ്റിയെടുക്കേണ്ടതുണ്ട്. പിന്നെ പ്രഭാഷകർ പലപ്പോഴും അതിൻ്റെ ഉറവിടം തേടിപ്പോയാൽ ആ വ്യക്തിയിൽ നിന്നാണ് പലപ്പോഴും നമ്മൾക്ക് പുതിയ പുതിയ വാക്കുകൾ കിട്ടുന്നത്. മറിച്ച് ഗഫൂർ സാഹിബിൻ്റെ പ്രസംഗങ്ങൾ അല്ലെങ്കിൽ അദ്ദേഹത്തിൻ്റെ വാക്കുകൾ ശ്രദ്ധിച്ചു നോക്കിയാൽ ഇത് ഞാൻ എന്നോട് തന്നെ പറയുന്ന കാര്യമാണല്ലോ എന്ന് തോന്നാറുണ്ട്. അത്തരത്തിലുള്ള ഒരു വാഗ്മിയാണ് അദ്ദേഹം. വളരെ സ്നേഹപൂർവ്വം, വിനയപൂർവ്വം ഈ പ്രദേശത്തുള്ള മുഴുവൻ ആളുകൾക്ക് വേണ്ടിയിട്ട്, ഇവിടെ എത്തിയിട്ടുള്ള മുഴുവൻ ആളുകൾക്ക് വേണ്ടിയിട്ട് അദ്ദേഹത്തിന് ഞാൻ സ്വാഗതം ചെയ്യുന്നു. നേരത്തെ സൂചിപ്പിച്ച പോലെ പുഴ
നമ്മളെ ആത്മാവാണ്. നമ്മൾ എവിടെയാണുള്ളത് എന്ന് ചോദിച്ചാൽ പുഴയോട് ഒട്ടിപ്പിടിച്ച് കിടക്കുന്ന മനുഷ്യന്മാരാണ് നമ്മൾ. ഈ കടവ് കടന്നു പോയവരുണ്ട്, അവിടെ നിന്ന് പോയി തിരിച്ചു വന്നവരുണ്ട്, ഈ കടവിൽ കാത്തിരിക്കുന്ന മനുഷ്യന്മാരുണ്ട്. പുഴയിലൂടെ കുറേ വെള്ളം ഒഴുകിപ്പോയി. ഇപ്പോഴും ഈ നാട്ടിലെ ആളുകളുടെ സംസ്കാരവും അവരുടെ ഉശിരും അവരുടെ പോരാട്ട വീര്യവും ഇവിടെ തന്നെയുണ്ട്. ഇവരുടെ നായകരായി കെ റഹ്മാൻ സാഹിബിനെ പോലെയുള്ള ആളുകൾ ബാക്കി വെച്ചിട്ടുള്ള അവശിഷ്ടങ്ങൾ, അല്ലെങ്കിൽ ഈ മണ്ണിനോട് കാണിച്ച കൂറ്, അതൊക്കെ ഇവിടെയുണ്ട്. ഈ നാട്ടിലേക്ക് വന്ന് ഈ ആളുകളോട് സംസാരിക്കുമ്പോൾ എന്താണ് ഇവരോട് ആദ്യമായിട്ട് പറയാനുണ്ടാവുക? താങ്ക് യു. നമ്മുടെ മാവൂരിലൂടെ ഇങ്ങനെ വരുമ്പോഴേ അവിടെ പൊട്ടിപ്പൊളിഞ്ഞ് കിടക്കുന്ന കുറേ കെട്ടിടങ്ങൾ കാണുമ്പോൾ കൂടെയുള്ള 14 വയസ്സുള്ള ആൾ ചോദിക്കാറുണ്ട്, ഇതെന്താണ്? അപ്പോൾ മാവൂർ ഗോളിയോ റയോൺസ് എന്ന ഒരു ചരിത്രം അറിയുന്ന വിധം അവന് പറഞ്ഞു കൊടുക്കാറുണ്ട്. കൂട്ടത്തിൽ ഒരു കാര്യം കൂടി പറയാറുണ്ട്. മാവൂർ ഗോളിയോർ നശിക്കാതെ അവിടെ ബാക്കിയായിരുന്നു എങ്കിൽ ഒരുപക്ഷെ കോഴിക്കോടിന് സമാനമായ ഒരു മഹാനഗരമായി മാവൂർ മാറുമായിരുന്നു. പക്ഷേ ഒരു ജനത അവരുടെ ഒരു പുഴയ്ക്ക് വേണ്ടി, വരാനിരിക്കുന്ന തലമുറകൾക്ക് വേണ്ടി ഒരു നഗരം വേണ്ടെന്ന് വെച്ച ചരിത്രം കൂടിയാണ് ചാലിയാറിൻ്റെ ചരിത്രം. കെ റഹ്മാൻ അടക്കമുള്ള ധീരരായ മുൻഗാമികൾ അങ്ങനെ ഒരു പോരാട്ടത്തിന് ഇറങ്ങിയിട്ടില്ലായിരുന്നു എങ്കിൽ ഇത്രയും മനുഷ്യർ ഒരുപക്ഷെ ഇവിടെ ഒരുമിച്ച് കൂടില്ലായിരുന്നു. ഈ ചാലിയാറിൻ്റെ തീരം ഇത്രയും ആരോഗ്യസമ്പന്നമായൊരു ജനത പിൽക്കാലത്ത് ഇങ്ങനെ തുടർന്നു പോരുന്നതിന് പിന്നിൽ മുൻഗാമികളായ മനുഷ്യർ നടത്തിയ അവരുടെ പോരാട്ടത്തിൻ്റെയും അവരുടെ ഉശിരിൻ്റെയും, തെഹ്ലി പറഞ്ഞ പോലെ അവരുടെ നിലയ്ക്കാത്ത ചങ്കൂറ്റത്തിൻ്റെയും ഒരു ഓർമ്മ കൂടിയാണ് സത്യത്തിൽ ചാലിയാറിനെ കുറിച്ചുള്ള ഓരോ ഓർമ്മകളും. നമ്മൾ ഇങ്ങനെ വണ്ടി ഓടിച്ചു പോകുമ്പോൾ സൈഡിൽ 2 കണ്ണാടി വെച്ചിട്ടുള്ളത് നമ്മുടെ മുഖം കാണാനല്ലല്ലോ, പിറകിലെ കാഴ്ചകൾ കാണാനാണ്. എന്തിനാണ് മുന്നിലേക്ക് പോകുന്ന ഒരാൾ പിറകിലെ കാഴ്ചകൾ കാണുന്നത്? മുന്നിലേക്ക് പോകുന്ന ഒരാൾ മുന്നിലെ കാഴ്ചകളല്ലേ കാണേണ്ടത്? മുന്നിലേക്ക് പോകുന്ന ഒരാൾ എന്തിനാണ് പിറകിലെ കാഴ്ചകൾ കാണുന്നത്? പിറകിലെ കാഴ്ചകൾ നന്നായി ഒരാൾ കാണുമ്പോഴാണ് അയാൾക്ക് മുന്നിലേക്ക് കുറച്ചുകൂടെ നന്നായി പോകാൻ കഴിയുള്ളൂ. ഓട്ടമത്സരത്തിന് നിൽക്കുന്ന ആളുകൾ ഒരു കാല് മുന്നിലേക്കും ഒരു കാല് പിറകിലേക്കും വെച്ചിട്ടാണല്ലോ നിൽക്കുക. ഈ മുന്നിലേക്ക് ഓടാൻ നിൽക്കുന്ന ഒരാൾ എന്തിനാണ് പിറകിലേക്കൊരു കാല് വെച്ചത്? പിറകിലേക്കൊരു തള്ളിയിട്ടാണ് അയാൾ മുന്നിലേക്ക് ഓടുന്നത്. പിറകിലേക്കുള്ള ആ തള്ളിൽ നിന്ന് അയാൾക്ക് ശേഖരിക്കുന്നൊരു ഊർജമുണ്ട്. ആ ഊർജം കൊണ്ടാണ് അയാൾ മുന്നിലേക്ക് പോകുന്നത്. 1 സ്റ്റെപ്പ് ബാക്ക് 7 സ്റ്റെപ്സ് അഹെഡ് എന്ന് പറയും. തോടിങ്ങനെ കുറുകെ ചാടാൻ ഒരുങ്ങുന്ന ഒരു കുട്ടി, തോട് കുറുകെ ചാടാൻ ഒരുങ്ങുന്ന ഒരു കുട്ടി നേരെ തോടിൻ്റെ അറ്റത്ത് പോയിട്ടല്ല ചാടുക, കുറച്ചിങ്ങനെ പിറകിലേക്ക് നിൽക്കും. 1 2 ചുവട് പിറകിലേക്ക് വെച്ചിട്ടാണ് അത്രയും വലിയ ഒരു ചാട്ടത്തിന് അവന് ഊർജം ശേഖരിക്കണം. 1 സ്റ്റെപ്പ് ബാക്ക് 1 സ്റ്റെപ്പ് ബാക്ക് 7 സ്റ്റെപ്സ് അഹെഡ്. എന്തിനാണ് ചരിത്രം പഠിക്കുന്നത്?
വായിക്കാനും അടച്ചുവെക്കാനുമുള്ളതല്ല ചരിത്രം, വായിക്കാനും ആവർത്തിക്കാനുമുള്ളതാണ്. അതാണ്. വായിക്കാനും അടച്ചുവെക്കാനുമുള്ളതല്ല ചരിത്രം, വായിക്കാനും ആവർത്തിക്കാനുമുള്ളതാണ്. ഇങ്ങനെ ചരിത്രം കുഴിച്ചെടുക്കുന്ന ഒരു ഖനന പ്രക്രിയ ഉണ്ടല്ലോ, അതാണ് മുസ്ലിം ലീഗിൻ്റെ വാഴക്കാട് മണ്ഡലം കമ്മിറ്റി ഇവിടെ നടത്തിക്കൊണ്ടിരിക്കണം. ചരിത്രം കുഴിച്ചെടുക്കുന്നൊരു ഖനന പ്രക്രിയയാണിത്. അതിന് എല്ലാ അഭിവാദ്യങ്ങളും അർപ്പിക്കുന്നു. അങ്ങ് നേരത്തെ സംസാരിച്ചപ്പോൾ പറഞ്ഞു ഈ നാട്ടിലെ ആളുകളുടെ മുമ്പിൽ 2 ചോയ്സ് ഉണ്ടായിരുന്നു എന്ന്. ഒന്നെങ്കിൽ അവർക്ക് ഇവിടെ നല്ല ഒരു വ്യവസായശാലയുമായിട്ട് മുന്നോട്ട് പോകാൻ പറ്റുമായിരുന്നു, രണ്ടാമതായിട്ട് ഈ മണ്ണിനെ സൂക്ഷിക്കുക എന്നുള്ളത്, ഈ പുഴയെ അതിൻ്റെ സംസ്കാരത്തിനെയൊക്കെ സ്നേഹിച്ച് അതിനു വേണ്ടി സമർപ്പിച്ചുകൊണ്ട് ജീവിതത്തിനെയും കുടുംബത്തിനെയും ഒക്കെ സജ്ജമാക്കി മുന്നോട്ട് പോവുക എന്നുള്ളത്. അപ്പം യഥാർത്ഥത്തിൽ ഈ നാട് തെരഞ്ഞെടുത്തത് ഈ നാടിൻ്റെ ആത്മാവിനെ പുറത്ത് നിന്ന് കൊണ്ടുവന്ന ഒരു പുതിയ വികാരത്തിനെ അല്ല. നാടും നഗരവും തമ്മിൽ ഒരുപാട് വ്യത്യാസമുണ്ട്. ഇപ്പം നാഗരികത കൂടുതലായിട്ട് കണ്ടുകൊണ്ടിരിക്കുന്ന ഒരു കാലം. അതാ ഞാൻ തുടക്കത്തിൽ പറഞ്ഞത്, വാക്കുകളിൽ പോലും അല്പം പോലും ഒരു ആധുനികതയുടെ കലർപ്പില്ലാത്ത മനുഷ്യന്മാരാണ് ഈ നാട്ടിലുള്ളത്. ഇപ്പോഴും അവർ സഞ്ചരിക്കുന്നുണ്ട്, പല ഭാഗത്തും എത്തുന്നുണ്ട്. ഇവർക്ക് ഈ ജീവിത രീതി മുന്നോട്ട് പോകുമ്പോൾ ഇവർ തെരഞ്ഞെടുത്ത വഴിയെക്കുറിച്ച് അല്പം പോലും തെറ്റിയിട്ടില്ല എന്ന് വിശ്വസിക്കാനാണ് ഇഷ്ടം. അതങ്ങനെ തന്നെയാണ് എന്ന് ഞാൻ വിശ്വസിക്കുകയും ചെയ്യുന്നു. അനുഭവങ്ങളുടെ വെളിച്ചത്തിൽ മോഡേണൈസേഷൻ മാറ്റിയിട്ടുള്ള സിവിലൈസേഷനിൽ നിന്ന് സ്വന്തം സ്വത്വത്തിൽ ജീവിക്കുന്ന ജീവിതങ്ങളോട് എന്തായിരിക്കും പറയാനുണ്ടാവുക? പുഴയെക്കുറിച്ച് പറയുമ്പോഴേ നിങ്ങൾ ശ്രദ്ധിച്ചിട്ടുണ്ടോ എന്നറിയില്ല, പുഴകൾക്കൊക്കെ ഉള്ള പേരുകൾ നമ്മുടെ കുഞ്ഞുങ്ങളുടെ കൂടി പേരുകളാണ് അല്ലേ? ഭാരതത്തിലെ, നമ്മുടെ ഇന്ത്യയിലെ മഹാനദികൾ എന്ന് പറയുന്ന നദികൾ, മിക്കവാറും ആ നദികൾക്കൊക്കെ സ്ത്രീകളുടെ പേരുകളാണ് അല്ലേ? ഏതൊക്കെയാ? ഗംഗയാവട്ടെ, യമുനയാവട്ടെ, കാവേരി ആകട്ടെ, പിന്നെ പത്മയാവട്ടെ, പിന്നെ സരയു ആവട്ടെ, വൈഗ ആവട്ടെ, ഇതൊക്കെ സ്ത്രീകളുടെ കൂടി പേരുകളാണ്. അതെന്തുകൊണ്ടായിരിക്കും? നിങ്ങൾ ആലോചിച്ച് നോക്കിയിട്ടുണ്ടോ? സ്ത്രീകൾക്ക് എന്തുകൊണ്ടായിരിക്കും, അല്ലെങ്കിൽ പുഴകൾക്ക് എന്തുകൊണ്ടായിരിക്കും സ്ത്രീനാമങ്ങൾ കൊടുത്തത്? നമുക്ക് തോന്നിയൊരു കാര്യം പറയട്ടെ. പുഴകൾ ജീവന്റെ അടയാളങ്ങളാണ്. ഉള്ളിൽ ഗർഭപാത്രമുള്ള ഒരാൾക്ക് മാത്രമേ ഒരു പുഴയുടെ പേര് ലഭിക്കാൻ അർഹത ഉണ്ടാവുള്ളൂ. അതെ, ഒരു പെണ്ണിൻ്റെ ശരീരത്തിൽ മാത്രമാണ് ഒരു ജീവൻ പൊടിയുന്നത് അല്ലേ? ഈ പുഴ എന്ന ഒരു സിമ്പൽ നമ്മുടെ വലിയ ഗുരുക്കന്മാരൊക്കെ അവരുടെ പുസ്തകങ്ങളിൽ ഉപയോഗിച്ചിട്ടുള്ളൊരു സിമ്പലാണ് പുഴ. ജീവിതവുമായി പുഴയ്ക്ക് വലിയൊരു ബന്ധമുണ്ട്. ജീവിതവുമായി പുഴയ്ക്ക് വലിയ ഒരു ബന്ധമുണ്ട്. അതിലേറ്റവും പ്രധാനപ്പെട്ട ബന്ധം, ഇപ്പം നമ്മളിങ്ങനെ നമ്മുടെ ജീവിതത്തെ എന്തെങ്കിലും ഒരു അടയാളവുമായി ബന്ധപ്പെടുത്തിയിട്ട് നമുക്ക് പറയാനുണ്ടെങ്കിൽ പറയാവുന്ന ഏറ്റവും നല്ല സിമ്പൽ, അടയാളം പുഴ എന്നുള്ളതാണ്. എന്തുകൊണ്ട്? അപ്പം നമ്മളിങ്ങനെ കണ്ണ് ചിമ്മി വെറുതെ ഒന്ന് ആലോചിച്ച് നോക്കൂ, നമ്മളിപ്പോഴും ഒഴുകിക്കൊണ്ടിരിക്കുന്നുണ്ടോ? നമ്മൾ ഒഴുകിക്കൊണ്ടിരിക്കുന്നവരാണോ? അതല്ല എവിടെയെങ്കിലും സ്റ്റക്കായി പോയ ആളുകളാണോ? 1984 ഡൽഹിയിലെ സിഖ് കലാപം നടക്കുന്നത് അല്ലേ? സിഖ് കലാപത്തിൽ കുടുംബത്തിലെ മുഴുവൻ ആളുകളെയും നഷ്ടപ്പെട്ട ഒരു ചെറുപ്പക്കാരൻ്റെ കഥയുണ്ട്.
അയാളുടെ കുടുംബത്തിലെ എല്ലാ ആളുകളെയും അയാൾക്ക് നഷ്ടപ്പെട്ട്. അയാൾക്ക് ആരുമില്ല, ഒറ്റക്ക് ജീവിക്കുന്ന ഒരു മനുഷ്യനെ കുറിച്ച് ആലോചിച്ച് നോക്കൂ. 1984 മുതൽ അയാൾ ഡൽഹിയിലെ ഒരു ടാക്സി ഡ്രൈവർ ആയിരുന്നു. അയാളെ ഒരിക്കൽ നമ്മുടെ കേരളത്തിലെ ഒരു മാധ്യമപ്രവർത്തകൻ കാണുന്നുണ്ട്. അപ്പം കണ്ട സമയത്ത് ഈ മാധ്യമപ്രവർത്തകൻ അയാളോട് പറഞ്ഞു, സിഖ് കലാപത്തിൽ നിങ്ങൾക്ക് ഒരുപാട് നഷ്ടങ്ങൾ ഉണ്ടായിട്ടുണ്ടല്ലേ, നിങ്ങൾക്ക് എന്തെങ്കിലും നഷ്ടം ഉണ്ടായിട്ടുണ്ടോ എന്ന് ചോദിച്ചു. അപ്പം അയാൾ പറഞ്ഞതാ, എൻ്റെ കുടുംബത്തിലെ മുഴുവൻ ആളുകളെയും എനിക്ക് നഷ്ടപ്പെട്ടു. കുടുംബത്തിലെ മുഴുവൻ ആളുകളെയും നഷ്ടപ്പെട്ട നിങ്ങൾ പിന്നെ എങ്ങനെയാണ് ജീവിതം മുന്നോട്ട് കൊണ്ടുപോയത് എന്ന് ചോദിക്കുകയാണ്. അപ്പം അയാൾ പറയാ, സാറേ ഞാനൊരു ടാക്സി ഡ്രൈവറാണ്. എൻ്റെ ജോലിക്കിടയിൽ എൻ്റെ ഓർമ്മകളിലേക്ക് ഇങ്ങനെ എൻ്റെ പ്രിയപ്പെട്ട മനുഷ്യന്മാർ വരും. ഒരു ചെറിയ മോളെ കണ്ടാൽ ഞാൻ എൻ്റെ അനിയത്തിയെ ഓർക്കും. ഒരു പ്രായമുള്ള ഒരാളെ കണ്ടാൽ ഞാൻ എൻ്റെ അമ്മയെ ഓർക്കും. പ്രായമുള്ളൊരു അച്ഛനെ കണ്ടാൽ ഞാൻ എൻ്റെ അച്ഛനെ ഓർക്കും. എൻ്റെ അനുജൻ്റെ സമപ്രായക്കാരനായ ഒരാളെ കണ്ടാൽ ഞാൻ എൻ്റെ അനുജനെ ഓർക്കും. എൻ്റെ ഓർമ്മയിലേക്ക് അവരൊക്കെ വരും. എൻ്റെ മനസ്സാകെ ഇങ്ങനെ വിങ്ങിപ്പൊട്ടും. എനിക്ക് മുന്നോട്ട് പോകാൻ കഴിയാത്ത വിധം എൻ്റെ മനസ്സിങ്ങനെ വിങ്ങിപ്പൊട്ടും. പക്ഷേ സാറേ ഞാനൊരു ഡ്രൈവറാണ്, എൻ്റെ ജോലി മുന്നോട്ട് പോകുക എന്നുള്ളതാണ്. അയാൾ പറയാ, സാറേ ഞാൻ മുന്നോട്ട് പോയിക്കൊണ്ടേയിരിക്കും. ഓർമ്മകളുടെ ഭാരം എന്നെ വല്ലാതെ പിടിച്ചു വലിക്കും, ആ കാലത്തേക്ക് പിടിച്ചു വലിക്കും. പക്ഷെ അവിടെ സ്തംഭിച്ചു പോയാൽ എനിക്ക് ജീവിക്കാൻ കഴിയില്ല. അതുകൊണ്ട് എൻ്റെ ജോലി എന്താണോ അതുപോലെ ഞാൻ ഈ യാത്ര ഇങ്ങനെ മുന്നോട്ട് പോയിക്കൊണ്ടിരിക്കുകയാണ്. ഇതാണ് പുഴ. മലയാളത്തിലും തമിഴിലും ധാരാളമായി എഴുതുന്ന ഒരു എഴുത്തുകാരനുണ്ട്. അദ്ദേഹത്തിൻ്റെ പേര് ജയമോഹൻ എന്നാണ്. ജയമോഹൻ. പുസ്തകങ്ങളുമായിട്ടൊക്കെ താല്പര്യമുള്ള ആരെങ്കിലും ഇവിടെ ഇരിക്കുന്നുണ്ടെങ്കിൽ നിങ്ങൾ തീർച്ചയായും വായിച്ചിരിക്കേണ്ട പുസ്തകങ്ങളാണ് ജയമോഹൻ്റെ പുസ്തകങ്ങൾ. അദ്ദേഹത്തിൻ്റെ അച്ഛനും അമ്മയും ആത്മഹത്യ ചെയ്തതാണ്. അച്ഛനും അമ്മയും ആത്മഹത്യ ചെയ്ത ഒരു 18 വയസ്സുള്ള ആളുടെ മനസ്സ് എന്തായിരിക്കും? ജീവിച്ചിരിക്കുന്ന കാലത്ത് ആ കുട്ടിക്ക് ഒരു സമാധാനവും കൊടുത്തിട്ടില്ല അച്ഛനും അമ്മയും. പിന്നെയോ ആയുസ് മുഴുവനും ഓർക്കാനുള്ള വലിയൊരു ഭാരം കൊടുത്ത് രണ്ടാളും ആത്മഹത്യ ചെയ്തു. അപ്പം അയാൾ ആലോചിക്കാണ്, ഇനി ഞാനിവിടെ ജീവിച്ചിരുന്നിട്ട് കാര്യമൊന്നുമില്ല. അച്ഛനും അമ്മയും നഷ്ടപ്പെട്ട ഒരാൾ ഇനി എന്തിനാണ് ഇവിടെ ജീവിക്കുന്നത്? അദ്ദേഹം അന്ന് കാസർഗോഡാണ്. അദ്ദേഹം ആത്മഹത്യ ചെയ്യാൻ തീരുമാനിക്കുക. അങ്ങനെ കുമ്പളെ വരെ നടന്നു. നമ്മുടെ കർണാടക കേരള അതിർത്തി ഗ്രാമമാണ് കുമ്പള. കുമ്പളയിൽ റെയിൽവേ സ്റ്റേഷനുണ്ട്. അങ്ങോട്ട് നടന്നത് എന്തിനാണെന്നറിയാം? റെയിൽവേ പാളത്തിൽ തലവെച്ച് ആത്മഹത്യ ചെയ്യാൻ വേണ്ടിയിട്ടാണ്. നിങ്ങൾ കേൾക്കണം, ആ രാത്രിയിൽ ആ മനുഷ്യൻ റെയിൽവേ പാളത്തിൽ തലവെച്ച് കിടന്നു. ഏതാനും നിമിഷങ്ങൾ കൊണ്ട് കടന്നു വരുന്ന ഒരു ട്രെയിൻ ആ ശരീരത്തെ 2 കഷ്ണങ്ങളാക്കി മാറ്റും. ഏതാനും സെക്കൻഡുകളെ ഇനി ബാക്കിയുള്ളൂ. അതേ ഇങ്ങനെ ചെരിഞ്ഞു കിടക്കുന്ന സമയത്ത് കുറച്ചപ്പുറത്ത് എന്തോ ഒരു സാധനം ഇങ്ങനെ തിളങ്ങുന്നു. അപ്പൊ തിളങ്ങുന്നത് എന്താണെന്ന് അറിയാനുള്ളൊരു ആകാംക്ഷ കാരണം അദ്ദേഹം അവിടുന്ന് എഴുന്നേറ്റ് എന്നിട്ട് ആ തിളങ്ങണത് എന്താണ് എന്ന് കാണാൻ വേണ്ടി അതിൻ്റെ അടുത്തേക്ക് ഇങ്ങനെ ചെന്നപ്പോൾ അതെന്താണെന്നറിയോ? അതൊരു പുഴുവായിരുന്നു. ഒരു പുഴുവായിരുന്നു. അപ്പം ആ മനുഷ്യൻ ആലോചിച്ചു, എന്താണെന്നറിയോ? ഒരു പുഴു പോലും എത്ര തിളങ്ങിയാണ് ഈ ലോകത്ത് നിന്ന് കടന്നു പോകുന്നത്. ഞാനോ വിദ്യാഭ്യാസമുള്ള, ജോലിയുള്ള, അറിവുള്ള, വായിക്കുന്ന മനുഷ്യനായി പിറന്ന ഞാൻ എൻ്റെ ജീവിതത്തിലുണ്ടായ ദുഃഖങ്ങളുടെ പേരിൽ ഈ റെയിൽവേ പാളത്തിൽ 2 കഷ്ണങ്ങളാകാൻ ഒരുങ്ങി നിൽക്കുന്നു. ഒരു പുഴു പോലും എത്ര തിളങ്ങിയാണ് ഒരു ആയുസ്സിനെ ആഘോഷിക്കുന്നത് എന്ന ഒരൊറ്റ ചിന്തയിലാണ് ആ മനുഷ്യൻ ആ റെയിൽവേ പാളത്തിൽ നിന്ന് എഴുന്നേറ്റ് നടക്കുന്നത്.
100-ലേറെ പുസ്തകങ്ങൾ എഴുതി കഴിഞ്ഞ മനുഷ്യനാണ്. 4000 പേജുള്ള പുസ്തകം മഹാഭാരതത്തെക്കുറിച്ച് എഴുതിക്കൊണ്ടിരിക്കുന്ന മനുഷ്യനാണ്. ഇന്ദിരനും പൊന്നിയിൻ സെൽവനും പോലെയുള്ള വലിയ സിനിമകൾ എഴുതിയ മനുഷ്യനാണ്. കമലഹാസനും രജനീകാന്തിനും വരെ നാഗർകോവിലെ ഇദ്ദേഹത്തിൻ്റെ ചെറിയ വീട്ടിലേക്ക് വരണമെങ്കിൽ അപ്പോയിൻമെൻ്റ് എടുക്കണം. വെറുതെ കയറി വരാൻ പറ്റൂല. തമിഴ്നാട്ടിൽ ഏറ്റവും ശമ്പളം വാങ്ങുന്ന തിരക്കഥാകൃത്താണ് ജയമോഹൻ. ആരായിരുന്നു? അച്ഛനും അമ്മയും ആത്മഹത്യ ചെയ്തതിൻ്റെ പേരിൽ അവിടെ അവസാനിക്കുമായിരുന്നൊരു ജീവിതമാണ് എഴുന്നേറ്റ് നടന്നത്. ഇതാണ് ജീവിതം പുഴയാവുക എന്ന് പറയുന്നത്. ഇമാം ഷാഫി എന്ന മഹാനായൊരു പണ്ഡിതൻ്റെ അടുത്ത് ഒരാൾ വന്നിട്ട് പറഞ്ഞു, ഗുരു, ഉസ്താദ്, എൻ്റെ ജീവിതത്തിൽ കുറേ സങ്കടങ്ങളുണ്ട്, താങ്ങാനാവാത്ത വിഷമങ്ങളുണ്ട്, എനിക്ക് മുന്നോട്ട് പോകാൻ കഴിയണില്ല, ഞാൻ എന്ത് ചെയ്യണം എന്ന് ചോദിച്ചു. ഇമാം ഷാഫി എന്ന മഹാനായ പണ്ഡിതൻ, ഉള്ളിൽ വെളിച്ചമുള്ള പണ്ഡിതൻ, ആ വിദ്യാർത്ഥിയെയും കൊണ്ടുപോയത് ഒരു പുഴയുടെ അടുത്തേക്കായിരുന്നു. പുഴ ഇങ്ങനെ കാണിച്ചു കൊടുത്തു, നോക്കടാ, പുഴ ഇങ്ങനെ ഒഴുകുന്ന കാണുന്നില്ലേ? ഒഴുകുന്ന കാണുന്നുണ്ട്. ഇങ്ങനെ ഒഴുകുന്ന സമയത്ത് അതിൻ്റെ മുന്നിൽ വലിയ പാറക്കല്ലുകൾ കാണുന്നില്ലേ? ആ കാണുന്നുണ്ട്. ആ പാറക്കല്ലുകളുടെ മുന്നിൽ പുഴ എന്താണ് ചെയ്യുന്നത്? പുഴ അവിടെ ഒഴുക്ക് അവസാനിപ്പിച്ചോ? ഇല്ല. പിന്നെയോ ആ കല്ലിൻ്റെ 2 ഭാഗത്തേക്കായി വേർതിരിഞ്ഞ് അതിൻ്റെ ഒഴുക്ക് തുടരുന്നു. ഇത്രയേ ഉള്ളൂ കേട്ടോ. ആയുസ്സിൽ ചില കല്ലുകളൊക്കെ വന്നു വീഴും. പ്രതീക്ഷിക്കാത്ത തരത്തിലുള്ള വേദനകൾ കടന്നു വരും. ഒരിക്കലും നമ്മൾ പ്രതീക്ഷിക്കാത്ത കാര്യങ്ങൾ നമ്മുടെ വിലാസത്തിലേക്ക് കൃത്യമായി വന്ന് പതിക്കും. കാരണം അത് നമ്മൾക്കുള്ളതായിരുന്നു. അത് വേറൊരാളുടെ ജീവിതത്തിലേക്ക് ചെല്ലില്ല, അത് നമ്മുടെ ജീവിതത്തിലേക്കുള്ളതായിരുന്നു. അപ്പോഴേ ഒഴുക്ക് അവസാനിപ്പിക്കരുത് കേട്ടോ. ഒഴുക്ക് തുടർന്നു കൊണ്ടേയിരിക്കണമെന്ന് ഉസ്താദ് കുട്ടിക്ക് പറഞ്ഞു കൊടുക്കുകയാണ്. ഈ പുഴ മനുഷ്യൻ്റെ ജീവിതവുമായി അത്രയും മനോഹരമായൊരു സിമ്പലായി മാറുന്ന അങ്ങനെയാണ്. മറ്റൊന്ന്, പുഴ എല്ലാത്തിനെയും സ്വീകരിക്കും. ചാലിയാറിൻ്റെ ആയുസ്സിൽ ഏറ്റവും വലിയ കരച്ചിൽ കരഞ്ഞ വർഷമായിരിക്കും കഴിഞ്ഞ വർഷം, അല്ലേ? വയനാട്ടിൽ നിന്ന് പൊടിഞ്ഞു വന്ന ശരീരാവയവങ്ങളുമായി ചാലിയാറ് കരഞ്ഞുകൊണ്ടൊഴുകിയ ഒരു കാലമുണ്ടായിരുന്നു. പൂക്കളെ സ്വീകരിക്കുന്നത് പോലെ തന്നെ പാതി മുറിഞ്ഞ ശരീരങ്ങളെയും പുഴ സ്വീകരിക്കും. ഗംഗയിലേക്ക് ചെന്ന് നോക്കിയാൽ ഗംഗയിലെ ആളുകൾ ഇങ്ങനെ ശരീരഭാഗങ്ങളെ, പാതി വെന്ത ശരീരഭാഗങ്ങൾ ഗംഗയിലൂടെ ഇങ്ങനെ ഒഴുകുന്നത് കാണാം. പൂക്കൾ ഒഴുകുന്നത് കാണാം. പൂക്കളെ സ്വീകരിച്ച ഗംഗ പാതി വെന്ത ശരീരങ്ങളെയും സ്വീകരിക്കും. ജീവിതം, ജീവിതം. പൂക്കളെ സ്വീകരിക്കുന്ന നമ്മൾ വെന്ത അനുഭവങ്ങളെയും സ്വീകരിക്കേണ്ടി വരും, അല്ലേ? ഈ അക്സെപ്റ്റൻസ് ഉണ്ടല്ലോ ജീവിതത്തെ കുറിച്ചുള്ള, അതിന്റെ ഏറ്റവും നല്ല ഉദാഹരണമാണ് പുഴ. ഗംഗയുടെ തന്നെ പ്രത്യേകത ആലോചിച്ച് നോക്കൂ. ഗംഗ ഇങ്ങനെ പരന്നൊഴുകുന്ന നദിയാണ്. ഇങ്ങനെ വീതി കൂടിയ നദിയാണ് ഗംഗ. പക്ഷെ ഇതേ ഗംഗ ഒരു സംസ്ഥാനത്തെത്തുമ്പോൾ അതിന്റെ വീതി ഇങ്ങനെ കുറഞ്ഞു വരും. വീതി ഇങ്ങനെ കുറഞ്ഞു വരും. അതേതാ സ്ഥലം എന്നറിയോ? ബംഗാളാ, ബംഗാൾ. മാത്രമല്ല അവിടെ എത്തുമ്പോൾ ഗംഗയുടെ പേരും മാറും. പേര് മാറി, സ്വഭാവം മാറി, രൂപം മാറി, ഒക്കെ മാറും. അതെന്തുകൊണ്ടെന്നറിയോ? ബംഗാളിൽ എത്തുമ്പോൾ ഗംഗയ്ക്കൊരു ലക്ഷ്യമുണ്ട്. എന്താ? ബംഗാൾ ഉൾക്കടൽ. ബംഗാൾ ഉൾക്കടൽ എന്നൊരു ലക്ഷ്യം വരുമ്പോൾ ഇനി എങ്ങനെയെങ്കിലും ഒഴുകാൻ പറ്റൂല. ലക്ഷ്യമില്ലാത്ത ഒരാൾക്ക് എങ്ങനെ വേണമെങ്കിലും ഒഴുകാമായിരുന്നു. പക്ഷെ ലക്ഷ്യമുള്ള ഒരാൾക്ക് എങ്ങനെയെങ്കിലും ഒഴുകാൻ പറ്റില്ല. ആ ലക്ഷ്യത്തിലേക്കേ ഒഴുകാൻ പറ്റുള്ളൂ. കൺവേർജ്, അതാണ് കൺവേർജ്. നമ്മളൊക്കെ ഓരോ തരത്തിലുള്ള വിശ്വാസങ്ങളും ആദർശങ്ങളും ഐഡിയോളജിയൊക്കെ പുലർത്തുന്ന ആളുകളാണ്. നമ്മൾ ഈ പുലർത്തുന്ന ആശയങ്ങളുണ്ടല്ലോ, വലിയ വലിയ ആശയങ്ങൾ, ആ ആശയങ്ങളുമായുള്ള നമ്മുടെ ജീവിതത്തെ
നമ്മുടെ ഈ ഒഴുക്കിന് ഒന്നുകൂടെ കൺവേർജ് ചെയ്യുക എന്നുള്ളൊരു ബാധ്യത നമുക്കുണ്ട്. അതാണ് പുഴ തരുന്നൊരു മെസ്സേജ്. നമ്മുടെ നാട്ടിൽ നടന്നൊരു സംഭവം പറയാം. ഒരാൾ ചെറിയ പ്രായം തൊട്ട് തന്നെ ഇങ്ങനെ അമ്പലവുമായി ഇങ്ങനെ നല്ല ബന്ധമുള്ള ഒരാളായിരുന്നു. അമ്പലങ്ങളിൽ കീർത്തനങ്ങൾ ചൊല്ലുക, പൂജാരിയെ സഹായിക്കുക, അങ്ങനെയൊക്കെയുള്ള ജോലി ചെറിയൊരു പ്രായം മുതലേ ചെയ്തുകൊണ്ടിരുന്ന ആളായിരുന്നു. ഒരു ദിവസം അമ്പലത്തിലേക്ക് ഇങ്ങനെ വന്ന ഒരു പെൺകുട്ടിയെ അയാൾക്ക് വല്ലാതെ ഇഷ്ടമായി. ആ ഇഷ്ടം വളർന്ന് വളർന്ന് പരസ്പരമുള്ളൊരു പ്രണയമായി മാറി. ഒരു ദിവസം രാത്രി അവളോടുള്ള പ്രണയം മൂത്ത് അയാൾ അവളുടെ വീട്ടിലേക്ക് പോവുകയാണ്. അവളുടെ വീട്ടിലേക്ക് പോകണമെങ്കിൽ ഒരു പുഴ കടന്നു പോകണം. പുഴയുടെ സമീപെത്തിയപ്പോൾ നല്ല കുതിച്ചൊഴുകുന്ന വെള്ളമാണ്. അയാൾക്കിങ്ങനെ പുഴ കടക്കാൻ കഴിയണില്ല. കാലിങ്ങനെ വെച്ച് നോക്കുമ്പോൾ നല്ല ഒഴുക്കാണ്. അതുകൊണ്ട് പുഴ കടന്നു പോകുക എന്നുള്ളത് എളുപ്പമല്ല. അപ്പോൾ ഒരു സാധനം ഇങ്ങനെ ഒഴുകി വരുന്നുണ്ട്. ഇരുട്ടത്തിങ്ങനെ മനസ്സിലായി എന്തോ ഒഴുകി വരുന്നുണ്ട്. അപ്പം അതിങ്ങനെ പിടിച്ചു നിർത്തി. എന്നിട്ട് അതിലിങ്ങനെ തൊട്ട് തൊട്ട് പിടിച്ച് അയാൾ അക്കരെ എത്തിയ സമയത്ത് ഈ സാധനം പിന്നെ പുഴയിലേക്ക് തള്ളി വിട്ടപ്പോഴാണ് മനസ്സിലായത് ആ സാധനത്തിനൊരു കൈയുണ്ടായിരുന്നു. അയാളിങ്ങനെ തപ്പി നോക്കുമ്പോഴേ അത് ഒഴുകി വരുന്ന ഒരു മനുഷ്യന്റെ ശരീരമാണ്, ഒരു മൃതദേഹമാണ്. അയാൾ അതിനെ ഇങ്ങനെ തള്ളി. എന്നിട്ട് വീണ്ടും നടക്കുകയാണ്. നടക്കുമ്പോൾ കുറച്ച് ഉയരത്തിലാണ് അവളുടെ വീട് കുറച്ച് ഉയരത്തിലാണ്. അപ്പം ഇങ്ങനെ കയറാൻ വേണ്ടി എന്തോ ഒരു വള്ളി ഇങ്ങനെ തൂങ്ങി കിടക്കുന്നുണ്ട്. ഇരുട്ടല്ലേ. അപ്പം ഇങ്ങനെ പിടിച്ചു. നല്ല വഴുവഴുപ്പുള്ള എന്തോ പിടിച്ച് അയാളിങ്ങനെ മുകളിലേക്ക് എത്തി. ആ പിടിച്ച സാധനം ഇങ്ങനെ താഴേക്കിട്ടപ്പോഴാ ഒരു ഉഗ്രൻ ശബ്ദം. അപ്പോൾ അയാൾക്ക് മനസ്സിലായത് അതൊരു പെരുമ്പാമ്പായിരുന്നു. അങ്ങനെ അയാൾ അവളുടെ ചെറിയൊരു കുടിലുണ്ട്, ആ കുടിലേക്ക് എത്തിയ പാടെ അവളോട് പറഞ്ഞു, എടോ ഞാനിങ്ങനെ വരുന്ന സമയത്ത് പുഴ കടന്ന സമയത്ത് എന്തൊരു സാധനം കിട്ടി. നോക്കുമ്പോൾ എന്തായിരുന്നു അറിയാ? ഒരു മൃതദേഹം. കയറി വരുന്ന സമയത്ത് എന്തോ ഒരു സാധനത്തിൽ പിടിച്ചു. പിന്നെ നോക്കുമ്പോഴാണ് ഒരു മിന്നലിലാണ് മനസ്സിലായത് അതൊരു പെരുമ്പാമ്പായിരുന്നു. അപ്പൊ അവള് ചോദിച്ചു, നിങ്ങൾക്ക് പേടിയില്ലേ? ഇല്ല, എനിക്ക് പേടിയൊന്നുമില്ല. നിങ്ങൾക്ക് പേടിയായില്ലേ? ഇല്ല, എനിക്ക് പേടിയില്ല. അവള് പറഞ്ഞു, അതെന്തുകൊണ്ടാണെന്നറിയോ? പേടിയില്ലാത്തത് എന്തുകൊണ്ടാണെന്നറിയോ? എന്നോടുള്ള പ്രണയം കൊണ്ട്. നിങ്ങൾ ഇത്രയും കാലം ആരാധിച്ചു കൊണ്ടിരിക്കുന്ന ഒരാളില്ലേ? രാവും പകലും നിങ്ങൾ വിളിച്ചുകൊണ്ടിരിക്കുന്നൊരു പേരില്ലേ? ആ ഈശ്വരനോട് എന്നോടുള്ള പ്രണയത്തിൻ്റെ 10,000-ൽ-1 ഉണ്ടായിരുന്നെങ്കിൽ നിങ്ങൾ എത്ര നിർഭയനായ മനുഷ്യനായിട്ടുണ്ടാവും? 10,000-ൽ-1. നമ്മളൊക്കെ വിശ്വസിക്കുന്ന നമ്മുടെ ആദർശങ്ങൾ, ഐഡിയോളജി എന്ന് പറയുന്ന നമ്മൾ കാത്തു സൂക്ഷിക്കുന്ന നമ്മുടെ ഒരു അനുഭവം ഉണ്ടല്ലോ, ഒരു സത്യം ഉണ്ടല്ലോ. ആ സത്യത്തിലേക്ക് കുറച്ചുകൂടെ കൺവേർജ് ചെയ്യുക എന്നുള്ളൊരു ജോലിയുണ്ട് നമുക്ക്. അതാണ് പുഴ തരുന്ന വലിയൊരു മെസ്സേജ്. താങ്ക് യു. തീർച്ചയായിട്ടും ഗഫൂർ സാഹിബ് സൂചിപ്പിച്ച പോലെ കഴിഞ്ഞ വർഷമാണ് നമ്മൾ ചാലിയാറിൽ ഏറെ കണ്ണീരോടെ ഒരുപാട് മൃതദേഹങ്ങൾ ഒഴുകി വന്ന് അത് കഴുകി വൃത്തിയാക്കി യാത്ര അയക്കേണ്ട അനുഭവം ഉണ്ടായിട്ടുള്ളത്. പോത്തുകല്ല് ഭാഗങ്ങളിലൊക്കെ ആദ്യം ചുരൽമലയിൽ അത്തരത്തിലൊരു പ്രശ്നമുണ്ടായപ്പം ഈ ശരീര അവശിഷ്ടങ്ങളും മൃതദേഹങ്ങളും ഒക്കെ കണ്ടെടുക്കുന്നത് പോത്തുകല്ലിൽ നിന്നാണ്. അപ്പം ആദ്യം ആളുകൾ പുഴയുടെ സൈഡിലൂടെ പോത്തുകല്ലിലേക്ക് പോയിട്ടാണ് പിന്നീട് അതിൽ നിന്ന് അന്വേഷിച്ചു കൊണ്ട് മറ്റുള്ള ഭാഗങ്ങളിലേക്കൊക്കെ എത്തുന്നത്. നമ്മളുടെയൊക്കെ അനുഭവത്തിൽ എനിക്ക് ഉറപ്പാണ് ഈ പുഴയുമായി ബന്ധപ്പെട്ടുകൊണ്ട് നമുക്ക് ആരൊക്കെയോ നഷ്ടപ്പെട്ടു പോയിട്ടുണ്ട്. പുഴ എന്ന് പറയുന്നത് ഒരു വേള നമ്മളെ മുന്നോട്ട് നയിക്കേണ്ട ഒരു ഭാഗമാണ് എന്ന് തോന്നുന്നുണ്ട് എങ്കിലും ഇതിലേക്ക് എടുത്തു ചാടിപ്പോയിട്ടുള്ള മനുഷ്യന്മാരുടെ കഥകളും ഒരു പക്ഷേ
നമ്മളുടെയൊക്കെ അനുഭവത്തിൽ പറയാനുണ്ടാകും അല്ലേ? അപ്പൊ അങ്ങനെയുള്ള ആളുകൾക്ക് ഏതോ ഒരു നിമിഷം തോന്നിപ്പോകുന്നതാണ് ഈ ജീവിതം, പുഴ പോലെയുള്ള ജീവിതം നിലച്ചു പോയോ എന്ന് പോകുന്നതാവാം. ഇന്ന് അങ്ങനെയുള്ള ആളുകൾ ഉണ്ടാവും എന്ന് എനിക്ക് തോന്നുന്നില്ല. പക്ഷേ ഇത്തരത്തിലുള്ള ആളുകൾ നമ്മളുടെ ഒക്കെ ഇടയിൽ ഉണ്ടാകുമ്പോൾ അവർക്ക് നമ്മൾ എന്നുള്ള രൂപത്തിൽ ഒരു പുഴയെ പോലെ ഒഴുകുന്ന ജീവിതം എന്ന് നമ്മൾ പറയുമ്പോൾ ജീവിതത്തിൽ എവിടെയാണ് ഇത്തരത്തിലുള്ള വലിയ പാറക്കല്ലുകൾ വന്ന് വീഴുന്നത്? ഒരു മാഷ് ഒരു ദിവസം ക്ലാസ്സിലേക്ക് വരുമ്പോഴേ 500 രൂപയുടെ നോട്ടും കൊണ്ടാണ് വന്ന്. എന്നിട്ട് കുട്ടികളോട് ചോദിച്ചു, ഇതാർക്കാണ് വേണ്ടത്? കുട്ടികൾ പറഞ്ഞു, എനിക്ക് വേണം മാഷേ, എനിക്ക് വേണം, എനിക്ക് വേണം, എല്ലാവർക്കും വേണം. അപ്പം മാഷ് ആ നോട്ടിങ്ങനെ പിടിച്ചിട്ട് ചുരുട്ടി, ചുളിഞ്ഞുപോയി. ആ ചുളിഞ്ഞു പോയ നോട്ടിങ്ങനെ കാണിച്ചിട്ട് കുട്ടികളോട് ചോദിച്ചു, ഇപ്പം ഇത് ആർക്കാണ് വേണ്ടത്? കുട്ടികളെല്ലാവരും പറഞ്ഞു, മാഷ് ഞങ്ങൾക്ക് വേണം, ഞങ്ങൾക്ക് വേണം. അപ്പം മാഷ് ആ നോട്ടിങ്ങനെ താഴെയിട്ട് ചവിട്ടി, ചെളിയായി, പൊടിയായി, ചുളിഞ്ഞുപോയി. ആ നോട്ടിങ്ങനെ കാണിച്ചിട്ട് കുട്ടികളോട് ചോദിച്ചു, ഇപ്പം ഇത് ആർക്കാണ് വേണ്ടത്? അപ്പോഴും കുട്ടികളെല്ലാവരും പറഞ്ഞു, മാഷെ ഞങ്ങൾക്ക് വേണം, ഞങ്ങൾക്ക് വേണം. അപ്പം മാഷ് ചോദിച്ചു, ചുളിഞ്ഞു പോയിട്ടും ചെളിയായിട്ടും കാണാൻ ഒരു ഭംഗിയില്ലാതിരുന്നിട്ടും പിന്നെയും ഈ നോട്ട് വേണമെന്ന് നിങ്ങൾ പറയാനുള്ള കാരണം എന്താണ്? അപ്പം സ്വാഭാവികമായിട്ടും കുട്ടികൾ പറഞ്ഞു, ചുളിഞ്ഞു പോയാലും നോട്ട് നോട്ട് തന്നെയാണല്ലോ മാഷെ. ചെളിയായതല്ല, അതൊക്കെ തട്ടിക്കളഞ്ഞാൽ അതൊക്കെ പോകും മാഷെ. കുറച്ചൊന്ന് കാത്തിരുന്നാൽ അതിൻ്റെ ഭംഗിയൊക്കെ തിരിച്ചു വരും, അതിൻ്റെ മൂല്യം നഷ്ടപ്പെട്ടിട്ടില്ലല്ലോ എന്ന് പറഞ്ഞ്. അപ്പം മാഷ കുട്ടികളോട് പറഞ്ഞ അവസാനത്തെ ക്ലാസ്സിൻ്റെ ദിവസം മാഷ കുട്ടികളോട് പറഞ്ഞു, എടാ നിങ്ങളെ ജീവിതം ഇങ്ങനെയൊക്കെ തന്നെയാണ് കേട്ടോ. ചിലപ്പോഴേ ഏറ്റവും പ്രിയപ്പെട്ട മനുഷ്യരുടെ ചവിട്ട് കൊണ്ടതിൻ്റെ പാടുകളൊക്കെ ഉണ്ടാവും. ചിലപ്പോൾ ചുളിഞ്ഞു പോവും, ചിലപ്പോൾ വിചാരിച്ചതുപോലെ ഒന്നും ആവില്ല നടക്കുക, ചിലപ്പോൾ ചെളിയും പൊടിയൊക്കെ ആകും, ചിലപ്പോൾ കാണാൻ ഒരു ഭംഗി ഉണ്ടാവില്ല. എന്നാലും ഈ നോട്ടിനൊരു വിലയുണ്ട് എന്ന് എൻ്റെ കുട്ടികൾ മനസ്സിലാക്കിയതുപോലെ നിങ്ങളുടെ ആയുസ്സാണ് കേട്ടോ, നിങ്ങളുടെ ആയുസ്സാണ്. പലരും വന്നു പോവും, പക്ഷെ ആയുസ് നിങ്ങളുടേതാണ്. നിങ്ങളതിനെ സ്നേഹിക്കണം കേട്ടോ എന്ന് മാഷ കുട്ടികൾക്ക് പറഞ്ഞു കൊടുക്കുന്നുണ്ട്. ഞാൻ ഈ അടുത്ത് വായിച്ചൊരു പുസ്തകമുണ്ട്, പൗലോ കൊയ്ലോയുടെ ഒരു പുസ്തകമാണ്. അതിൻ്റെ പേര് അറബിയിലുള്ളൊരു പേരാണ്, മക്തൂബ് എന്നാണ് പുസ്തകത്തിൻ്റെ പേര്, മക്തൂബ്. ആ പുസ്തകത്തിൽ ഒരിടത്ത് അദ്ദേഹം പറയുന്നുണ്ട്, എനിക്ക് ആ പുസ്തകത്തിൽ ഏറ്റവും ഇഷ്ടപ്പെട്ട വാക്കാണ് കേട്ടോ. അത്രയും പേജുകളുള്ള പുസ്തകത്തിൽ ഏറ്റവും ഇഷ്ടപ്പെട്ട വാക്കാണ് എന്താണെന്നറിയോ? ജീവിക്കുക എന്ന് പറഞ്ഞാൽ മരിക്കുക എന്നുള്ളതിൻ്റെ നേരെ വിപരീതമാകണം. ജീവിച്ചിരിക്കുക എന്ന് പറഞ്ഞാൽ മരിക്കുക എന്നുള്ളതിൻ്റെ നേരെ വിപരീതമാകണം. മരിക്കുക എന്ന് പറഞ്ഞാൽ എന്താ? ഒരാൾ നിശ്ചലമാവുക എന്നാണ്. ജീവിക്കുക എന്ന് പറഞ്ഞല്ലോ ഒരാൾ ചലിച്ചുകൊണ്ടേയിരിക്കുക എന്നാണ്. അദ്ദേഹം പറയാ, കൈകൾ ഇളകിയാട്ടണം, കൈകൾ ഇളകിയാട്ടണം, ഉറക്കെ ചിരിക്കണം, മനുഷ്യന്മാരോട് സംസാരിക്കണം, സൗഹൃദങ്ങൾ ഉണ്ടാകണം, ഈ കാഴ്ചകൾ കാണണം, ആയുസ്സിനെ ആഘോഷിക്കണം, പുലരിയുടെ ഭംഗി എന്താണെന്നറിയണം, അസ്തമയത്തിൻ്റെ ശോഭ എന്താണെന്നറിയണം. അദ്ദേഹം പറയാ, സൂര്യന് ഏറ്റവും ഭംഗി ഉണ്ടാവാറുള്ളത് എപ്പോഴാ? അസ്തമിക്കുമ്പോഴല്ലേ അല്ലേ? ഒരാൾക്ക് ജീവിതത്തോട് പൊതുവെ ഇങ്ങനെ ഒരു നിരർത്ഥകതയൊക്കെ തോന്നാറുള്ളത് പലപ്പോഴും വാർദ്ധക്യത്തിലാണ്. വാർദ്ധക്യം പലപ്പോഴും വലിയ മാനസിക സംഘർഷത്തിലേക്ക് മനുഷ്യന്മാരെ കൊണ്ടുപോകും. പൗലോ കൊയ്ലോ പറയാ, സൂര്യൻ ഏറ്റവും ഭംഗി ഉണ്ടാവാറുള്ളത് എപ്പോഴാ? അസ്തമയത്തിൽ. നിങ്ങൾ ജീവിതത്തെ ഏറ്റവും ആഘോഷിക്കേണ്ടത് നിങ്ങളുടെ വാർദ്ധക്യത്തിലാണ് എന്ന് ആണ് പറയുന്നത്. അപ്പോൾ ഒരാൾ ജീവിച്ചിരിക്കുക എന്ന് പറഞ്ഞാൽ മരിക്കുക എന്നുള്ളതിൻ്റെ നേരെ വിപരീതമാകണം. ഒരാൾ ചലിച്ചുകൊണ്ടിരിക്കണം. ഞാൻ ഈ അടുത്ത് കണ്ടൊരു സിനിമയുണ്ട്,
ഒരു ജാപ്പനീസ് മൂവിയാണ്. ആ സിനിമയുടെ പേര് ദ പെർഫെക്റ്റ് ഡേയ്സ് എന്നാണ്. പെർഫെക്റ്റ് ഡേയ്സ്. ആ സിനിമ കണ്ട ആരെങ്കിലും ഇവിടെ ഇരിക്കുന്നുണ്ടോ? ഉണ്ടോ? നിങ്ങൾ സിനിമയിലൊക്കെ താല്പര്യമുള്ള ആളുകളാണെങ്കിൽ അതൊന്ന് കാണണം കേട്ടോ. എന്താ ചെയ്യണമെന്നറിയോ? ഒരു മനുഷ്യൻ്റെ ജീവിതം മിക്കവാറും ദിവസവും ഒരേപോലെയാണ്. അദ്ദേഹത്തിൻ്റെ ജോലി എന്താണെന്നറിയോ? ടോക്കിയോയിലെ പബ്ലിക് ടോയ്ലറ്റുകൾ വൃത്തിയാക്കുന്ന ജോലിയാണ്. എല്ലാ ദിവസവും ഒരേപോലെയാണ്. പ്രത്യേകിച്ച് വലിയ മാറ്റങ്ങളൊന്നുമില്ല. എന്നിട്ടും ആ മനുഷ്യൻ അയാളുടെ ആയുസ്സിനെ എത്ര രസകരമായാണ് ചിട്ടപ്പെടുത്തുന്നത് എന്നറിയോ? അതാണ് ആ സിനിമ. അയാൾ രാവിലെ ഉണർന്നിട്ട് ആദ്യം ചെയ്യണത് എന്താണെന്നറിയോ? അയാളിങ്ങനെ പുറത്തേക്ക് ഇറങ്ങിയിട്ട് ആകാശത്തെ ഇങ്ങനെ നോക്കുവേ, എന്നിട്ട് ആകാശത്തോട് ഇങ്ങനെ ചിരിക്കും. ബഷീറിൻ്റെ ഭാഷയിൽ പറഞ്ഞാൽ പ്രഭാതമേ വന്ദനം എന്ന് ബഷീർ എഴുതുന്നുണ്ട് മതിലുകളിലൊക്കെ. രാവിലെ ഇങ്ങനെ ഇറങ്ങിയിട്ട് ആകാശത്തേക്ക് നോക്കണേ, എന്നിട്ടിങ്ങനെ ഒരു ദിവസം കൂടി ജീവിതം കിട്ടിയതിന് ആ ആകാശത്തോട് ഇങ്ങനെ ചിരിക്കുകയാണ് അയാൾ. നമ്മൾ പഠിച്ചവനോട് നന്ദി പറയണ പോലെ ഒരാൾ രാവിലെ ഉണർന്നിട്ട് ആദ്യം ചെയ്യണ എന്താണ്? പഠിച്ചവന് നന്ദി പറയാ അല്ലേ? മരിച്ചതുപോലെ കിടന്നതായിരുന്നു, അവിടെ നിന്ന് ഉണർത്തിയവനെ നിനക്ക് നന്ദി എന്ന് പറഞ്ഞിട്ട് പിന്നെ പ്രഭാത നിസ്കാരം ചെയ്യാണ്. നിസ്കരിക്കുമ്പോൾ എന്താ ശരിക്കും ചെയ്യണേ? സൂഫികൾ പറയും സുജൂദ് ചെയ്യാന്ന് പറഞ്ഞാൽ പഠിച്ചവന് ഉമ്മ കൊടുക്കുകയാണ്. ഒരാൾ രാവിലെ ഉണർന്നിട്ടേ അല്ലേ, പ്രഭാതത്തിലെ നിസ്കാരത്തിൻ്റെ സമയത്ത് ഒരാൾ ഉണരുക എന്ന് പറഞ്ഞാൽ അതൊരു ബലിയാ. നമ്മുടെ പ്രിയപ്പെട്ട പുലരികളെ ബലി കൊടുക്കണത്. രാവിലെ 5:30 6 മണിക്ക് ഒരാൾ ഉണരുക എന്ന് പറഞ്ഞാൽ അല്ലേ, അയാൾക്ക് ഏറ്റവും ഇഷ്ടപ്പെട്ട ഉറക്കത്തെ ബലി കൊടുക്കുന്ന ഒന്നാണ്. എന്നിട്ട് അയാളിങ്ങനെ പഠിച്ചവന് ഉമ്മ കൊടുക്കുന്നത് മനസ്സിൽ വെറുതെ ഇങ്ങനെ കണ്ടു നോക്കൂ. രാവിലെ ഉണർന്നിട്ട് അയാൾ ആദ്യം ചെയ്യണത് പഠിച്ചവനിങ്ങനെ ഉമ്മ കൊടുക്കുക ചെയ്യുന്നത്. ഇതേപോലെ ആ മനുഷ്യന് അയാളുടെ ഒരു വിശ്വാസപ്രകാരം ആകാശത്തേക്ക് നോക്കിയിട്ട് ഇങ്ങനെ ഒരു ദിവസത്തെ സ്വീകരിക്കുന്നത് ഇങ്ങനെ കാണാം. കടമ്മനിട്ടയുടെ ഒരു വരിയുണ്ട് അദ്ദേഹത്തിൻ്റെ ശാന്ത എന്നറിയുന്ന കവിതയിൽ. ഒരു സന്ധ്യ രാപ്പാതി, ഒരു സന്ധ്യ രാപ്പാതി അല്ലാതെ മറ്റൊന്നുമില്ലെന്നിരിക്കലും ആയുസേ. ഒടുക്കം നമ്മളിങ്ങനെ ആലോചിച്ചാൽ ആകെ ഒരു ദിവസം ജീവിച്ചതുപോലെ തോന്നും. അതാണ്, ഒരു വൈകുന്നേരം ജീവിച്ചതുപോലെ തോന്നും. ഒരു സന്ധ്യ രാപ്പാതി അല്ലാതെ മറ്റൊന്നുമില്ലെന്നിരിക്കലും വിസ്മയം പോലെ ലഭിക്കും നിമിഷത്തിന് അർത്ഥം കൊടുത്ത് പൊലിപ്പിച്ചെടുക്കുന്ന ഒന്ന്. കിട്ടുന്ന ആയുസ്സിലുള്ള ദിവസങ്ങളില്ലേ, അതാണ് ആകെ ഉള്ളത്. അതിനെ ഇങ്ങനെ ആഘോഷിക്കണം എന്ന്. അതാണ് പൗലോ കൊയ്ലോയുടെ പുസ്തകത്തിലും പറയണത്. ഒരാൾ ജീവിച്ചിരിക്കുക എന്ന് പറഞ്ഞാൽ അയാളിങ്ങനെ മരിക്കുക എന്നുള്ളതിൻ്റെ നേരെ വിപരീതം പോലെ ആകണം എന്ന്. ദഹ്ലി ചോദിച്ചില്ലേ ചാലിയാറിൽ ചാടിയിട്ട് ആത്മഹത്യ ചെയ്ത ആളുകളെ കുറിച്ച്? സുകുമാർ അഴീക്കോട് ഒരിക്കൽ പറയുന്നുണ്ട്, നമ്മൾ കടല് കണ്ടു എന്ന് പറയില്ലേ, കോഴിക്കോട് പോയിട്ട് നമ്മൾ കടല് കണ്ടു എന്ന് പറയും. നമ്മളെന്താ കണ്ടത്? ഒരിളക്കം. വെള്ളം ഇങ്ങനെ ഇളകുന്നതാണ് നമ്മൾ കണ്ട്. ഒരാൾ ശരിക്കും കടല് കാണുന്നത് എപ്പോഴാണെന്നറിയോ? കടലിൽ ചാടി ആത്മഹത്യ ചെയ്യുമ്പോൾ മാത്രമാണ്. ചാലിയാറിൻ്റെ ഉള്ളിലൂടെ ആയുസ് കൊണ്ട് കടന്നുപോയ കുറേ മനുഷ്യരുണ്ടാവും. ജീവിതം ഇങ്ങനെ സ്തംഭിച്ചു പോയ കുറേ മനുഷ്യന്മാരുണ്ടാവും. നമുക്കൊരാളോട് ആകെ സ്നേഹമുണ്ടെങ്കിൽ ചെയ്യേണ്ടത് അയാളെ സമാധാനത്തോടെ ജീവിക്കാൻ സഹായിക്കുക എന്നുള്ളതാണ്. ആകെ ചെയ്യേണ്ടത് അതാണ്. മനുഷ്യൻ്റെ മനസ്സ്, മനുഷ്യൻ്റെ ഹൃദയം എന്നൊക്കെ പറയണത് ഇങ്ങനെ ഈ കയ്യിലെടുക്കാവുന്ന അത്രയും ചെറുതാണ്. അതിനെ വേദനിപ്പിക്കാതിരിക്കുക എന്നുള്ളതാണ് ഒരു മനുഷ്യനോട് ചെയ്യാവുന്ന ഏറ്റവും വലിയ കാര്യം. നമ്മുടെ കൂടെ ജീവിക്കുന്ന മനുഷ്യന്മാരില്ലേ,
അവരോട് ചെയ്യാവുന്ന ഏറ്റവും വലിയ കാര്യം അവരെ സമാധാനത്തിൽ ജീവിക്കാൻ സഹായിക്കുക എന്നുള്ളതാണ്. സ്നേഹം എന്ന് പറഞ്ഞാൽ പോലും എന്താ? സമാധാനത്തോടെ ജീവിക്കാൻ പരസ്പരം സഹായിക്കുക എന്നാണ്. മദർ തെരേസയുടെ ഒരു പുസ്തകമുണ്ട്, രസമുള്ളൊരു പുസ്തകമാണ്. അവരുടെ ജീവിതത്തെക്കുറിച്ച് എഴുതിയിട്ടുള്ളൊരു പുസ്തകമാണ്. ആ പുസ്തകത്തിൻ്റെ പേര് സംതിങ് ബ്യൂട്ടിഫുൾ ഫോർ ഗോഡ് എന്നാണ്. പടച്ചോന് വേണ്ടി ഭംഗിയുള്ള എന്തെങ്കിലും കുറച്ച്, സംതിങ് ബ്യൂട്ടിഫുൾ ഫോർ ഗോഡ്. ആ പുസ്തകത്തിൽ ഒരിടത്ത് ഈ ഒരു ഇംഗ്ലീഷ് എഴുത്തുകാരനാണ് ആ മദറിനോട് ചോദിക്കുന്നുണ്ട്, മദർ എന്താണ് ഈ ലോകത്ത് ചെയ്യുന്നത്? മദർ പറഞ്ഞു, ഒന്നുമില്ല മോനെ, കുറേ ആളുകളുണ്ട്, അവർക്ക് വലിയ അസുഖങ്ങളാണ്, അവരെന്തായാലും മരിക്കും, പെട്ടെന്ന് മരിക്കും. മരിക്കുന്നതിന് മുമ്പ് അവരെ ഒന്ന് പുഞ്ചിരിക്കാൻ സഹായിക്കുകയാണ് എന്ന് പറഞ്ഞു. എന്നിട്ട് മദർ പറഞ്ഞു, മോനെ പറ്റുമെങ്കിൽ മോനും അങ്ങനെ ചെയ്യൂ. ഇത് കേട്ടപ്പോൾ അയാൾ കരഞ്ഞു. അയാൾ പറയണത് എന്താണെന്നറിയോ? അയാളുടെ ജീവിതത്തിലേക്ക് വന്നൊരു പെൺകുട്ടിയുണ്ട്, ആ പെൺകുട്ടിയുടെ പഴയ പുഞ്ചിരി പോലും ഇയാൾ കാരണം നഷ്ടപ്പെട്ടു. ദോർത്തിട്ടാണ് അയാൾ കരയണേ. ആ മനുഷ്യന്റെ ജീവിതം ആകെ മാറ്റിമറിക്കുകയാണ് മദറിൻ്റെ ഒറ്റ ചോദ്യം കൊണ്ടുണ്ടാവണ. മനുഷ്യരുടെ പുഞ്ചിരി അവർക്ക് തിരിച്ചു കൊടുക്കുമെന്ന്. അപ്പം നമ്മളുടെ ജീവിതവുമായി ബന്ധപ്പെട്ട് നിൽക്കുന്ന മനുഷ്യന്മാരില്ലേ, ആ മനുഷ്യനോട് നമുക്ക് ചെയ്യാവുന്ന ഏറ്റവും വലിയ കാര്യം അവരുടെ സമാധാനം തകർക്കാതിരിക്കുക എന്നുള്ളതാണ്. നമ്മൾ അറബിയിൽ ബർക്കത്ത് എന്ന് പറയില്ലേ, ബർക്കത്ത്. സാധാരണ ബർക്കത്ത് എന്നതിന് നമ്മൾ കൊടുക്കണ ഒരു എന്താണ് അർത്ഥം എന്ന് പറയുന്നത്, ഒരാൾക്ക് കുറേ പൈസ ഉണ്ടാവില്ല അല്ലേ? പൈസ ഉണ്ടാവില്ലല്ലോ. ഒരാൾക്ക് നല്ലോണം പൈസ ഉണ്ടാകുമ്പോഴാണ് അയാൾക്ക് നല്ല ബർക്കത്തുണ്ട് എന്ന് പറയാം, അല്ലേ? അല്ലേ? എന്നാൽ വാഴക്കാട്ടെ ഏറ്റവും വലിയ പൈസക്കാരനോട് ചെന്നിട്ട് നിങ്ങൾ ചോദിച്ചു നോക്കൂ, ബർക്കത്ത് എന്താണ്? അയാൾ പറയട്ടെ പൈസയാണ്. ഇനിയും പൈസ ഉണ്ടാവലാണ് എന്ന് അയാൾ പറയട്ടെ, അയാൾ പറയൂല. മിക്കവാറും അയാൾ പറയാൻ സാധ്യതയുള്ളൊരു വാക്കുണ്ട്, എന്താണെന്നറിയോ? മനസ്സമാധാനം. മനസ്സമാധാനം. നമ്മുടെ ജീവിതവുമായി ബന്ധപ്പെട്ട മനുഷ്യന് കൊടുക്കാവുന്ന ഏറ്റവും നല്ല സമ്മാനം മനസ്സമാധാനമാണ്. വളരെ ആശയസമ്പുഷ്ടമായിട്ടുള്ള കാര്യങ്ങളിലൂടെയൊക്കെ സംസാരിച്ച് കടന്നുപോയി. എനിക്ക് ഉറപ്പാണ് ഇവിടെ വന്നിരിക്കുന്ന ആളുകളൊക്കെ എൻ്റെ ചോദ്യവും അദ്ദേഹത്തിൻ്റെ ഉത്തരവും അല്ല ആഗ്രഹിക്കുന്നത്. നിങ്ങളിൽ പലർക്കും ചോദ്യങ്ങൾ ചോദിക്കാനുണ്ടാകും എന്നുള്ളത് എനിക്ക് തീർച്ചയാണ്. അപ്പോൾ നമുക്ക് ആ രൂപത്തിലൊരു കോൺവെർസേഷനിലേക്ക് കടക്കാം എന്ന് തോന്നുന്നു. ചോദ്യങ്ങളുള്ള ആളുകളൊന്ന് കൈപ്പൊക്കി മുന്നോട്ട് വന്നാൽ, തയ്യാറായിട്ടുള്ള ആരെങ്കിലും ഉണ്ടെങ്കിൽ ചോദ്യമായിട്ട് മുന്നോട്ട് വന്നാൽ മൈക്ക് നിങ്ങളുടെ അടുത്തെത്തും. നേരത്തെ ഗഫൂർക്ക സംസാരിച്ചപ്പോൾ ഒരു കാര്യം പറഞ്ഞു. നമ്മൾ പുഴയോട് മിണ്ടുന്നുണ്ട്, നമ്മൾ ആളുകളോട് മിണ്ടുന്നുണ്ട്, ഇലകളോട് മിണ്ടുന്നുണ്ട്, മരങ്ങളോട് മിണ്ടുന്നുണ്ട് എന്നൊക്കെ. ശരിക്കും നമ്മളൊക്കെ നാട്ടിൽ നമ്മൾ ഏത് ജോലി ചെയ്യുകയാണെങ്കിലും അറിയാതെ സ്വന്തം മിണ്ടിക്കൊണ്ടിരിക്കുന്ന മനുഷ്യന്മാരാ, വെറുതെ മിണ്ടിക്കൊണ്ടിരിക്കുന്ന മനുഷ്യന്മാരാ. നേരത്തെ ഒരു കവിത ഉച്ചരിച്ചപ്പോൾ എനിക്ക് വൈലോപ്പിള്ളിയുടെ ഒരു കവിതയിൽ സീത വിവാഹം കഴിക്കാൻ പോകുമ്പം മറ്റൊരാൾ ചോദിക്കുന്നുണ്ട്, നീ ആ മരത്തിനോട് സമ്മതം ചോദിച്ചോ എന്ന് ചോദിക്കുന്നുണ്ട്. അപ്പം അതുപോലെ പല സമ്മതങ്ങളുടെയും പല സംസാരങ്ങളുടെയും ഇടയിൽ ഇങ്ങനെ ജീവിച്ചു പോകുന്ന ഒരു സംസ്കാരം നമുക്കുണ്ട്. പ്രത്യേകിച്ച് ഞാൻ പറയുന്നു, ഈ വാഴക്കാട് പ്രദേശത്തേക്ക് ഞാനുമായി ബന്ധപ്പെട്ട് കിടക്കുന്ന സ്ഥലം കൂടി, അതുകൊണ്ടാണ് ഞാൻ ഇത്ര ആഴത്തിൽ പറയുന്നത്. എൻ്റെ വീടിൻ്റെ ഏറ്റവും അടുത്തുള്ള പുഴ ഏതാണെന്ന് ചോദിച്ചാൽ അത് ചാലിയാർ പുഴ. ഞാൻ മുങ്ങി കുളിച്ചിട്ടുണ്ട്, കടവ് കടന്നു പോയിട്ടുണ്ട്, കുറേ ആളുകളെ അക്കരെ കൊണ്ടുപോയിട്ടുണ്ട്, അവിടെ നിന്ന് ഇക്കരേക്ക് വന്ന ആളുകളൊക്കെ ഉണ്ട്. അതുകൊണ്ടാണ് ആധികാരികമായിട്ട് അതിനെക്കുറിച്ച് പറയുന്നത്. മിണ്ടിയും പറഞ്ഞും പോകുന്ന ഈ ഒരു അവസാനത്തെ സെഷനിൽ നിങ്ങൾക്ക് സംസാരിക്കാൻ വേണ്ടിയിട്ടുള്ള ഒരു അവസരമാണ്. ആർക്കും മുന്നോട്ട് വരാം. ഗഫൂർ സാഹിബ്, സൈഫുദ്ദീൻ ഗഫൂർ സാഹിബ് ഈ സൂറത്ത് ദുഹായെ കുറിച്ച് സംസാരിക്കാറുണ്ട്. ഈ വേദിക്ക് ഗസ
എന്നും കൂടി ഒരു പേരുണ്ട്. അപ്പോൾ അതിജീവനത്തിൻ്റെ പുതിയൊരു അധ്യായത്തിലേക്ക് കടക്കുകയാണ് ഗസയിലെ ആളുകൾ. അവർക്ക് സൂറത്തു ദുഹ നൽകുന്ന ഒരു ധൈര്യവും ആത്മവിശ്വാസവും എങ്ങനെ? താങ്ക് യു സൈഫു. ഇവിടെ ഞാനൊന്നും പറയേണ്ടി വരില്ല. ആ ചോദ്യം തന്നെ നമ്മുടെ മനസ്സിൽ ഉണ്ടാക്കിയിട്ടുണ്ടാവുന്ന ഒരു ഉണർവുണ്ട്. ചില ചോദ്യങ്ങളുടെ ഒരു ജീവനാണത്. ഉത്തരങ്ങളെക്കാൾ മുഴങ്ങി നിൽക്കുന്ന ചില ചോദ്യങ്ങളുണ്ട്. ഗസയിലെ മനുഷ്യര് ഏറ്റെടുത്തിട്ടുള്ള ഒരു ഉത്തരവാദിത്തമുണ്ട്. പടച്ചോൻ അവരെ ഏൽപ്പിച്ച ഒരു ദൗത്യമായിട്ട് അവരെ ഏറ്റെടുത്തിട്ടുള്ള ഒരു ഉത്തരവാദിത്വമുണ്ട്. ആ ഉത്തരവാദിത്വം ഇല്ലേ, അവിടെയുള്ള അവസാനത്തെ കുട്ടിയും ആ ഉത്തരവാദിത്വം വഴിയിൽ ഉപേക്ഷിക്കാതെ ആ ഉത്തരവാദിത്വത്തിൻ്റെ അവസാനം വരെ അതിൻ്റെ കൂടെ നിൽക്കുന്ന മനുഷ്യന്മാരാണ് അവർ. റെസലിയൻസ് എന്ന് ഇംഗ്ലീഷ് പറയും. റെസലിയൻസ്, അങ്ങേയറ്റത്തെ തകർച്ചയിൽ നിന്ന് ഉയർത്തെഴുന്നേൽക്കുന്ന മനുഷ്യന്മാരുണ്ട്. അതാണ് റെസലിയൻസ് എന്ന് പറയുക. അതിന് ലോകം കണ്ടതിൽ വെച്ച് ഇന്നോളം ഏറ്റവും നല്ല ഉദാഹരണമാണ് ഗസയിലെ മനുഷ്യന്മാർ. ഒരു കാര്യം ഏറ്റെടുത്താൽ അതാണ് പഠിച്ചോൻ അവർക്ക് കൊടുത്തൊരു മിഷനായിട്ടാണ് അവരത് കാണുന്നത്. ഒരു മനുഷ്യനെ നമുക്ക് എങ്ങനെ പേടിപ്പിക്കാൻ കഴിയുക? നിന്നെ ഞാൻ കൊല്ലും എന്ന് പറയാം, അതല്ലേ പേടിപ്പിക്കാവുന്നതിൻ്റെ മാക്സിമമാണത്. മരണം രക്തസാക്ഷിത്വമായി സ്വീകരിക്കുന്ന മനുഷ്യന്മാരെ കൊല്ലുമെന്ന് പറഞ്ഞിട്ട് എങ്ങനെ ഭീഷണിപ്പെടുത്തും? മരണത്തെ ആഘോഷിക്കുന്ന മനുഷ്യന്മാര്, എൻ്റെ വാപ്പ മരിച്ചതല്ല ഷഹീദായതാണ് എന്ന് പറയുന്ന മനുഷ്യന്മാര് മരണം പറഞ്ഞിട്ട് എങ്ങനെയാ പേടിപ്പിക്കാൻ കഴിയുക? ജീവിതം ഇങ്ങനെ നിശ്ചലമായി പോകുന്ന ചില നിമിഷങ്ങളുണ്ടാവും. അങ്ങനെ ചില നിമിഷങ്ങൾ ഹബീബായ റസൂൽ സ്വല്ലല്ലാഹു അലൈഹി വസല്ലമയ്ക്ക് ഉണ്ടായിരുന്നു. അവിടെയാണ് പഠിച്ചോൻ ഇങ്ങനെ വന്നിട്ട് കാതിൽ സ്വകാര്യം പറയുന്നത് പോലെ പറഞ്ഞു കൊടുക്കുന്ന വാക്കുകളാണ് സൂറത്തുൽ ദുഹ. ജീവിതം ഇങ്ങനെ എപ്പോഴെങ്കിലും ഇങ്ങനെ പെടയുമ്പോഴേ, എന്തെങ്കിലും ഒരു കാര്യത്തിൽ ജീവിതം ഇങ്ങനെ പെടയുമ്പോൾ, എനിക്കറിയാം എൻ്റെ കൂടെ നിൽക്കുന്ന ആള് ഒരാളെപ്പോലും കാണാൻ കഴിയാത്ത വിധം വാതിൽ അടച്ചിരുന്ന ദിവസങ്ങളുണ്ട് ഇയാൾക്ക്. ജീവിതം ഇങ്ങനെ നിശ്ചലമായി പോകുമോ എന്ന് പേടിച്ച നിമിഷങ്ങളുണ്ട്. ഓരോ ഫോൺ കോളും പേടിയോടെ അയാളിങ്ങനെ കണ്ട നിമിഷങ്ങളുണ്ട്, എടുക്കാൻ കഴിയാതെ. ഓരോ മനുഷ്യൻ്റെ ജീവിതത്തിലുണ്ടാവും ഇങ്ങനെ പെടഞ്ഞു പോകുന്ന നിമിഷങ്ങൾ. അങ്ങനത്തെ സമയത്തെ ഓടിച്ചെന്നിങ്ങനെ കെട്ടിപ്പിടിക്കാവുന്ന വചനങ്ങളാണ് സൂറത്തുൽ ദുഹായിലെ വചനങ്ങൾ. ശരിക്കും വെറുതെ പറയണല്ല, ശരിക്കും പഠിച്ചോ നമ്മുടെ കാതിൽ ഇങ്ങനെ പറയണ പോലെ തോന്നും. പേടിക്കണ്ടട്ടോ, പേടിക്കണ്ടട്ടോ എന്നിങ്ങനെ നമ്മളോടിങ്ങനെ കാതിൽ കിന്നാരം പറയുന്ന പോലെ തോന്നും. എന്തൊരു വാക്കുകളാ! അഊദു ബില്ലാഹി സമീഉൽ അലീം മിനശ് ശൈത്വാനിർ റജീം ബിസ്മില്ലാഹിർ റഹ്മാനിർ റഹീം വദ്ദുഹാ വല്ലൈലി ഇദാ സജാ. വെയിൽ തന്നെയാണ് സത്യം, രാത്രി ഇങ്ങനെ ശാന്തമാകുന്നത് തന്നെയാണ് സത്യം. വെയിൽ തന്നെയാണ് സത്യം എന്ന് പറഞ്ഞാൽ വെയിലുകൾ കാണുന്നതാണല്ലോ, അത് സത്യമല്ലേ? അതേപോലൊരു സത്യം ഞാൻ നിങ്ങൾക്ക് പറഞ്ഞുതരാം. വല്ലൈലി ഇദാ സജാ, രാത്രി ഇങ്ങനെ ശാന്തമാകുന്നത് തന്നെയാണ് സത്യം. അത് നിങ്ങൾ കാണുന്നല്ലേ, സത്യമല്ലേ, അനുഭവമല്ലേ? എന്നാ അതുപോലൊരു സത്യം പറഞ്ഞു തരാം. എന്നിട്ട് ഇങ്ങനെ പറയാ, ഇവിടെ ചിലതൊക്കെ നഷ്ടപ്പെടും കേട്ടോ. ആ നഷ്ടപ്പെട്ടതൊക്കെ തിരിച്ചു കിട്ടുന്നൊരു സ്ഥലമുണ്ട്. അവിടെ ഒന്നും നഷ്ടപ്പെടില്ല, നഷ്ടപ്പെട്ടതൊക്കെ തിരിച്ചു കിട്ടും. തിരിച്ചു കിട്ടിയതൊന്നും നഷ്ടപ്പെടില്ല. അങ്ങനെ ഒരു സ്ഥലം വരാനുണ്ട് കേട്ടോ. ഇത് നഷ്ടങ്ങളുടെ ലോകമാണ്. ഇവിടെ നഷ്ടപ്പെടും.
പ്രവാചകരെ, നിങ്ങൾക്ക് എന്തൊക്കെ നഷ്ടപ്പെട്ടിട്ടുണ്ട്, നിങ്ങൾ ആരുമില്ലാത്ത ഒരാളായിരുന്നില്ലേ? അതാണ് പിന്നെ ചോദിക്കണേ, ആരുമില്ലാത്ത ഒരാളായിരുന്നില്ലേ? ഒരു താത്തയില്ല, ഒരു അനുജനില്ല, ഒരു ചേച്ചിയില്ല, വാപ്പാൻ്റെ മുഖം പോലും കണ്ടിട്ടില്ല അല്ലേ? വാപ്പ മരിച്ച കുട്ടികളോട് ഇങ്ങനെ കുടുംബത്തിലെ അമ്മായികളൊക്കെ വന്നിട്ട് പറയൂലേ, എൻ്റെ വാപ്പല്ലേ, അയാളെപ്പോലെ ഇരുന്നു നടന്നിരുന്ന്. ഓന് പരിചയമുള്ള ആരെങ്കിലും കുറിച്ച് പറയും, നമ്മുടെ മൂത്താപ്പല്ലേ, മൂത്താപ്പൻ്റെ കണ്ണായിരുന്നു, മൂത്താപ്പൻ്റെ മൂക്കായിരുന്നു, മൂത്താപ്പ നടക്കണ പോലെ നടന്നിരുന്ന എന്നൊക്കെ ഇങ്ങനെ പറയുമ്പോഴേ ആ കുട്ടി മനസ്സിലൊരു ചിത്രം വരക്കൂലേ അല്ലേ? വാപ്പയുടെ ഫോട്ടോ പോലും ഇല്ലാതെ വളരുന്നൊരു കുട്ടിയില്ലേ? ആ കുട്ടിയെ വാപ്പാൻ്റെ ചിത്രം ഇങ്ങനെ വരക്കൂലേ? എൻ്റെ ഒരു സുഹൃത്ത് ഗൾഫിൽ വെച്ച് മരിച്ച്, അപ്പം അവൻ്റെ വീട്ടിലേക്ക് പോയതാ കാണാൻ വേണ്ടിയിട്ട്. ചെറുപ്പുളശ്ശേരിയായിരുന്നു. അപ്പം ഞങ്ങൾ ചെന്ന സമയത്ത് ഒരു ചെറിയ കുട്ടിയുണ്ട്, വലിയ കുപ്പായിട്ട് അതിലെങ്ങനെ നടക്കുന്നുണ്ട്. അപ്പോൾ നമ്മൾ ചോദിച്ചു, അവസാനം ഇങ്ങനെ പോരുന്ന സമയത്ത് ഇത് ആരാ കുട്ടിയാന്ന് ചോദിച്ചു. ഈ മരിച്ച ആളില്ലേ, അയാളെ കുട്ടിയാ. അവനിട്ടിരിക്കണ കുപ്പായല്ലേ, വാപ്പാൻ്റെ കുപ്പായ. ആ വാപ്പയുടെ ചൂടും ചൂരും ഇനി അവന് കിട്ടൂല. അപ്പോൾ ആ കുപ്പായിട്ട് ഇങ്ങനെ നടക്കണ ആ കുട്ടിയുടെ മനസ്സാലോചിച്ച് നോക്കൂ. ഇതാണ് അനാഥത്വം. അനാഥകളെ നോക്കണമെന്ന് പ്രവാചക തിരുമേനി പറഞ്ഞില്ലേ? അനാഥകളുടെ സങ്കടം പുസ്തകത്തിൽ വായിച്ചതായിരുന്നില്ല. അനാഥയുടെ സങ്കടം എന്താണെന്ന് അറിയാം. വിധവയെ നോക്കണമെന്ന് പറഞ്ഞില്ലേ? വിധവയുടെ സങ്കടം അയൽപ്പക്കത്തു നിന്നല്ല കണ്ടത്, സ്വന്തം വീട്ടിലാണ് കണ്ട്. 8 വയസ്സുള്ള സമയത്ത് വാപ്പാൻ്റെ കബറ് കണ്ട് തിരിച്ചു വരികയാണ് ഉമ്മയും മോനും. ആ സമയത്താണ് മരുഭൂമിയിൽ വെച്ച് ആ ഉമ്മ മരിച്ചു പോണത്. വാപ്പാൻ്റെ കബറ് കണ്ട് തിരിച്ചു വരുമ്പോൾ ഉമ്മ മരിക്കുന്നത് കണ്ട ഒരു കുട്ടിയുടെ മനസ്സെന്തിരിക്കും? EV അബ്ദു എന്നൊരു വലിയ എഴുത്തുകാരനുണ്ടായിരുന്നു നമുക്ക്. അദ്ദേഹം പറയുന്നുണ്ട്, അവൻ്റെ കരച്ചിൽ കേൾക്കാൻ മരുഭൂമിയിലെ വടക്കൻ കാറ്റ് മാത്രമേ ഉണ്ടായിരുന്നുള്ളൂ. ആ അനാഥത്വത്തെ കുറിച്ച് പഠിച്ചോൻ പറയാ, അനാഥനായിരുന്നില്ലേ അല്ലേ? പക്ഷേ ആ അനാഥത്വത്തിന് നാം അഭയം നൽകിയില്ലേ? ചെറുപ്പക്കാരനായ അബ്ദുള്ള മരിച്ചിട്ടും വൃദ്ധനായ അബ്ദുൽ മുത്തലിബിനെ ആരാണ് അവിടെ ബാക്കി വെച്ചത്? പ്രവാചകരെ, നമ്മളാണ്. എല്ലാ വാതിലും അടഞ്ഞു എന്ന് പറയരുത് കേട്ടോ. ഒരു ജനാല നാം തുറന്നു വച്ചിട്ടുണ്ട്. അതാണ്. എല്ലാ വാതിലും അടഞ്ഞു എന്ന് പറയരുത് കേട്ടോ. ഒരു ജനാല നാം തുറന്നു വെച്ചിട്ടുണ്ട്. അടഞ്ഞു കിടക്കുന്ന വാതിലിൽ പോയിട്ട് മുട്ടണ്ട. ആ തുറന്നു വെച്ചിരിക്കുന്ന ചെറിയ ജനാലയില്ലേ, അതിലൂടെ രക്ഷപ്പെട്ടോളൂ. ആരുമില്ലാത്ത നിങ്ങൾക്ക് നാം ആരെയൊക്കെ തന്നു? ഒരു ഖദീജയെ തന്നില്ലേ? ഒരു അബൂബക്കറിനെ തന്നില്ലേ? ഒരു അബ്ദുൽ മുത്തലിബിനെയും അബൂ താലിബിനെയും തന്നില്ലേ? നമ്മുടെ ജീവിതത്തിലുമില്ലേ? ഇല്ലേ? നമ്മുടെ ജീവിതത്തിലുമില്ലേ ഒരു അബൂബക്കർ? നമ്മുടെ ജീവിതത്തിലുമില്ലേ ഒരു ഖദീജ? നമ്മുടെ ജീവിതത്തിലുമില്ലേ ഒരു അബ്ദുൽ മുത്തലിബോ അബൂ താലിബോ ഇല്ലേ? ആയുസിന്റെ നിസ്സഹായമായ നിമിഷങ്ങളിൽ നമ്മളെ ചേർത്ത് പിടിച്ച മനുഷ്യന്മാരില്ലേ? ആ മനുഷ്യന്മാർക്ക് പറയാവുന്ന പേരാണത്. നിശ്ചലമായി പോയി എന്ന് പറയരുത് കേട്ടോ എന്നിങ്ങനെ പറഞ്ഞ് പിന്നെ പഠിച്ചോനെന്താ പറയണറിയോ? പ്രവാചകരെ, നിങ്ങളൊരു കാലത്ത് അനാഥനായിരുന്നില്ലേ? ഇപ്പം നിങ്ങൾ അനാഥനല്ല. പക്ഷെ അനാഥകൾ ഇപ്പോഴും ഉണ്ട് കേട്ടോ, അവരെ നോക്കണം. അതാണ് പിന്നെ പറയണ, ഫഅമ്മൽ യതീമ ഫലാ തഖ്ഹർ വഅമ്മ സായില ഫലാ തൻഹർ എന്നൊക്കെ പറഞ്ഞാൽ എന്താ? നിങ്ങൾ ഒരു കാലത്ത് ചോദിക്കുന്ന ആളായിരുന്നു, മറ്റുള്ളവരെ ആശ്രയിക്കേണ്ട ആളായിരുന്നു. ഇപ്പം നിങ്ങൾക്ക് ആരെയും ആശ്രയിക്കണ്ട, നിങ്ങളുടെ കയ്യിൽ പൈസയുണ്ട്. പക്ഷേ മറ്റുള്ളവരെ ആശ്രയിക്കുന്ന ആളുകൾ ഇപ്പോഴും ഉണ്ട്. അവരെ നോക്കണം കേട്ടോ. ഇതാണ് സൂറത്തുൽ ദുഹ. ആയുസിൻ്റെ നിസ്സഹായമായ നിമിഷങ്ങളിൽ ഇങ്ങനെ ഒരു മരുഭൂമിയിലെ ഒറ്റ മരം പോലെ, ശരിക്കും മരുഭൂമിയിലെ ഒറ്റ മരം പോലെ സൂറത്തുൽ ദുഹ ഒരു തലോടലായി നമുക്കിങ്ങനെ അനുഭവപ്പെടും.
ഗസയിലെ ഓരോ കുഞ്ഞിനും ആവേശം നൽകുന്ന മുദ്രാവാക്യമാണ് സൂറത്തുല്ലഹിലെ ഓരോ വചനവും. ഒറ്റ കാര്യമുള്ളൂ, ജീവിതം ഫുൾ സ്റ്റോപ്പ് ആയിട്ടില്ല എന്ന പ്രത്യാശയുടെ ഇടിമുഴക്കമാണ് സൂറത്തുല്ലഹ. തീർച്ചയായിട്ടും ആമുഖത്തിൽ പറയാൻ വിട്ടുപോയതാണ്. ലോകത്തിൻ്റെ പല ഭാഗത്തും അതിഭീകരമായിട്ടുള്ള മൗനമാണ്. അങ്ങനെ മൗനം അവലംബിക്കുന്ന ആളുകൾക്കിടയിലാണ് ഇങ്ങനൊരു പുഴയുടെ തീരത്ത് ഗസ എന്ന് പേരിട്ടുകൊണ്ട് ഒരു പറ്റം ആളുകൾ ഒത്തുചേർന്നിട്ടുള്ളത്. ഇവിടെയുള്ള ഓരോ വാക്കും, ഇവിടെ നിന്ന് നിങ്ങൾ ഉയർത്തുന്ന ഓരോ മുദ്രാവാക്യങ്ങളാണ്. അത് ആ നാട്ടിലുള്ള ആളുകൾക്ക് ഊർജം പകരട്ടെ എന്ന് തന്നെയാണ് നിങ്ങളോടൊക്കെ ഒപ്പം ചേർന്നുകൊണ്ട് പറയാനുള്ളത്. ഒരു കാര്യം കൂടി പറയട്ടെ. ഫറോവ ജീവിച്ചിരിക്കുമ്പോൾ അയാൾ ബനു ഇസ്രയേലിലുള്ള മുഴുവൻ കുട്ടികളെയും കൊല്ലണം എന്ന് പറഞ്ഞു, അല്ലേ? ബനു ഇസ്രയേലിൽ പിറക്കുന്ന എല്ലാ ആൺകുട്ടികളെയും കൊല്ലണമെന്ന് അയാൾ പറഞ്ഞു. അതെന്തിനാ പറഞ്ഞതെന്നറിയോ? അയാൾക്ക് എതിരാളിയാകാൻ ഒരാൺകുട്ടി വരുന്നുണ്ട് എന്നുള്ള പേടിയായിരുന്നു. ആണല്ലോ, അല്ലേ? അയാൾക്ക് ഭീഷണിയാകാൻ ഒരാൺകുട്ടി വരാനുണ്ട് എന്നുള്ളത് കൊണ്ട് ബനു ഇസ്രയേലിലെ മുഴുവൻ ആൺകുട്ടികളെയും കൊല്ലണമെന്ന് അയാൾ കൽപ്പിച്ചു. പക്ഷേ അയാൾ ഏതൊരാൺകുട്ടിയെയാണോ പേടിച്ചത്, ആ ആൺകുട്ടിയെ ഇതേ ഫറോവയുടെ കിടപ്പ് മുറിയിൽ കിടത്തിയുറക്കിയവന്റെ പേരാണ് പടച്ചോൻ. അതാണ് പടച്ചോൻ. ഏതൊരാൺകുട്ടിയെയാണോ അയാൾ പേടിച്ചത്, ആ ആൺകുട്ടിയെ അതേ ഫറോവയുടെ കിടപ്പ് മുറിയിൽ കിടത്തിയുറക്കിയവന്റെ പേരാണ് പടച്ചോൻ. ആ പടച്ചോനിൽ പിടിച്ചവരുടെ പേരാണ് ഗസയിലെ മനുഷ്യർ. അതാണ് ഒരു നെതന്യാഹുവിനും പേടിപ്പിക്കാൻ കഴിയാത്ത വിധം ഉശിരുള്ള കണ്ണുള്ള മനുഷ്യരുടെ പേരാണ്. തീരാത്ത ധൈര്യമുള്ള മനസ്സുള്ള മനുഷ്യരുടെ പേരാണ്. അവരുടെ ആത്മബലം ആ പുസ്തകമാണ്. 114 അധ്യായങ്ങളുള്ള ആ പുസ്തകം അവർക്ക് കൊടുക്കുന്ന ഒരാവേശമുണ്ട്. അത് ചരിത്രം തരുന്നൊരാവേശമാണ്. അതാണ് ചില ഈ വേലിച്ചെടികളില്ലേ, വേലിച്ചെടികളെ നമ്മളിങ്ങനെ പറിച്ചിട്ട് എറിഞ്ഞാൽ എവിടേക്കാണോ നമ്മൾ എറിഞ്ഞത് അവിടെ ഇങ്ങനെ തഴച്ചു വളരും. അതാ പറിച്ചെറിഞ്ഞവരുടെ മുന്നിൽ തഴച്ചു വളരുന്ന കാട്ടുചെടി പോലെയുള്ള മനുഷ്യന്മാരാണത്. ഉമ്മ പണ്ട് കുട്ടിയാവുമ്പോൾ പറയാറുണ്ടായിരുന്നു, ഈ കറിവേപ്പിലയില്ലേ, കറിവേപ്പിലയുടെ ഇലകൾ ഇങ്ങനെ വലിച്ചു ഉരരുത് എന്ന് ഉമ്മ പറയും. കത്തി കൊണ്ടോ അല്ലെങ്കിൽ കത്രിക കൊണ്ടോ ഒക്കെ ഇങ്ങനെ വെട്ടിയിട്ട് എടുക്കാൻ പാടുള്ളൂ എന്ന്. ഇവിടെ ഉമ്മ പറയും, നമ്മൾ എവിടെയാണോ വെട്ടിയത് അവിടെ പിന്നെ 2 തണ്ടുകളായി അതിങ്ങനെ വളരും. ഉമ്മ അത് അന്ന് പറയുമ്പോൾ നമുക്ക് മനസ്സിലായിരുന്നില്ല അതിലെ ഫിലോസഫി എന്താണ്. നമ്മൾ എവിടെയാണോ മുറിച്ചത് അവിടെ പിന്നെ വരുന്നത് 1 തണ്ടല്ല, 2 തണ്ടുകളാണ്. ആരുടെ മുന്നിൽ? ഈ പറിച്ച ആളുടെ മുന്നിൽ, വെട്ടിമുറിച്ചവന്റെ മുന്നിൽ 2 തണ്ടുകളായി വിരിയുന്ന കറിവേപ്പില പോലെ. അതാണ് ഗഫൂർക്ക പറയാൻ വിട്ടുപോയതാണ്. അതുപോലെ നമ്മുടെ മുമ്പിൽ വാഴക്കാട്ടുകാരനായിട്ടുള്ള ഒരാളിരിക്കുന്നുണ്ട്, ബഹുമാന്യനായിട്ടുള്ള E.T. മുഹമ്മദ് ബഷീർ സാഹിബ്. ഞാൻ അദ്ദേഹത്തിൻ്റെ ഒരു പുസ്തകത്തിലിട്ടോ വായിച്ചതാണ്. ചാലിയാറിലൂടെ പുഴ നീന്തിപ്പോയിട്ടാണ് ഇമ്പിച്ചി ഹാജിയിൽ പഠിച്ചതെന്ന്. കുറേ പട്ടിണിയായി ഇവിടെ നിന്ന് നീന്തിപ്പോയി അവിടെ എത്തി വസ്ത്രമൊക്കെ പിഴിഞ്ഞ് ആ വസ്ത്രം ഇട്ടുകൊണ്ട് സ്കൂളിൽ പോയിട്ടുള്ള അനുഭവമൊക്കെ അദ്ദേഹം എവിടെയോ പറഞ്ഞു വെച്ചത് ഞാൻ ഓർക്കാണ്. അങ്ങനെ ഒരു പുഴയിലൂടെ നീന്തി കുറേ ദൂരമുള്ള ഒരു സ്കൂളിൽ പഠിക്കുകയാണ്. അത് ചാലിയത്താണ് കിടക്കുന്നത്, ഇമ്പിച്ചി ഹാജി സ്കൂള്. ഇപ്പം ഈ നാട്ടിലേക്ക് വരുമ്പം ഇവിടെ സ്കൂളുകൾ, വിവിധ തരത്തിലുള്ള സ്കൂളുകളുണ്ട്, തൊട്ടടുത്ത് കോളേജുകളുണ്ട്. ഒരു സാധാരണക്കാരനായിട്ടുള്ള മനുഷ്യൻ, ഗോളി റയൻസിൻ്റെയൊക്കെ സമര രംഗത്തൊക്കെ ഉണ്ടായിരുന്ന ഒരു വ്യക്തി ഒരു നാട്ടിലേക്ക് കൊണ്ടുവന്ന വെളിച്ചമായിട്ടോ അല്ലെങ്കിൽ ആ നാട് തന്നെ അദ്ദേഹത്തിനെ പ്രേരിപ്പിച്ച ഒരു കാര്യമായിട്ടോ ആണ് ഇത്തരത്തിലുള്ള സ്ഥാപനങ്ങളെയൊക്കെ കാണുന്നത്. എന്താ തോന്നുന്നത്?
സ്കൂൾ യുവജനോത്സവത്തിലെ ഇംഗ്ലീഷ് പ്രസംഗത്തിന് ഫസ്റ്റ് ആയിരുന്നു. അവിടുന്ന് തുടങ്ങിയതാ. E.T. മുഹമ്മദ് ബഷീർ. പ്രതിഭാധന്യമായൊരു ജീവിതം. നമ്മുടെ മുന്നിൽ രണ്ടാളുകൾ ഇരിക്കുന്നുണ്ട്. ഒന്ന് ബഹുമാന്യനായ ഇ.ടിയുടെ തൊട്ടടുത്ത് വേറൊരാൾ ഇരിക്കുന്നുണ്ട്. അദ്ദേഹത്തിൻ്റെ പേര് ഡോക്ടർ മോയിൻ മലയമ്മ എന്നാണ്. നേരത്തെ ഇവിടെ സംസാരിച്ചില്ലേ? അദ്ദേഹം ഇന്ന് ഈ സമൂഹത്തിന് ചെയ്തുകൊണ്ടിരിക്കുന്ന വലിയൊരു സേവനമുണ്ട്. നേരത്തെ നമ്മൾ പറഞ്ഞില്ലേ, ചരിത്രം ഇങ്ങനെ കുഴിച്ചെടുക്കുന്നൊരു ഖനന പ്രക്രിയ എന്ന് പറഞ്ഞില്ലേ? ആ ഖനന പ്രക്രിയക്ക് ഇന്ന് നേതൃത്വം നൽകുന്ന മനുഷ്യരിൽ ഒരാളാണ് ഇദ്ദേഹം. ഞാൻ അദ്ദേഹത്തിൻ്റെ പുസ്തകങ്ങളിൽ ആദ്യം വായിച്ചത് മമ്പുറം തങ്ങളെക്കുറിച്ച്, മഹാനായ മമ്പുറം തങ്ങൾ റഹ്മത്തുള്ളാഹിയെക്കുറിച്ച് അദ്ദേഹം എഴുതിയിട്ടുള്ള കനമുള്ളൊരു പുസ്തകമുണ്ട്. മമ്പുറം തങ്ങൾ ആത്മീയത, ജീവിതം, പോരാട്ടം എന്ന് പറഞ്ഞിട്ട്. ആ പുസ്തകം തന്ന ഒരു ആവേശമുണ്ട്. ഞാനിങ്ങനെ ഓർക്കുകയായിരുന്നു, പിന്നെ ചേറൂരില്ലേ, വേങ്ങരക്കടുത്ത് ചേറൂരിൽ ഒരു സമരം നടക്കുക. യുദ്ധം പോലെയുള്ളൊരു സന്ദർഭം. യുദ്ധം തന്നെ എന്ന് പറയാം. ഒരു ഭാഗത്ത് പാവപ്പെട്ടവരായ കർഷകരാണ്, മറ്റേ ഭാഗത്ത് ജന്മികളും ബ്രിട്ടീഷുകാരും. ജന്മികളും ബ്രിട്ടീഷുകാരും ഒരു ഭാഗത്തും, സാധാരണക്കാരായ കർഷകരും ദളിതരും ഒക്കെ ഒരു ഭാഗത്തും അണിനിരന്നാൽ എങ്ങനെ ഉണ്ടാവും? ആരാ ജയിക്കുക? ആയുധങ്ങൾ മുഴുവൻ അവരുടെ കയ്യിലല്ല, അവരല്ലേ ജയിക്കുക. ആ സമര പോരാട്ടത്തിലേക്ക് ഒരാൾ, നിങ്ങൾ കേൾക്കണേ, ഒരാൾ അയാളുടെ കുതിരപ്പുറത്ത് ഇങ്ങനെ വരുന്നുണ്ട്. അയാൾ മുഖം മറച്ചിട്ടുണ്ട്. എന്തിനാ മുഖം മറിച്ചത് എന്നറിയാം? അത് അയാളാണ് എന്ന് ബ്രിട്ടീഷുകാർ അറിഞ്ഞാൽ അയാളെ ആദ്യം കൊല്ലും. അയാളല്ല, അയാളാണ് എന്ന് അറിയാതിരിക്കാൻ വേണ്ടി കണ്ണ് മാത്രമേ കാണിക്കുന്നുള്ളൂ. പക്ഷെ ആ യുദ്ധത്തിൽ പങ്കെടുത്ത സമയത്ത് അദ്ദേഹത്തിന് വലിയ പരിക്കുകളുണ്ടായി. കഴുത്തിൻ്റെ പിന്നിലും പുറത്തും, അതുപോലെ പല ഭാഗങ്ങളിൽ വെട്ടുകൊണ്ട്. യുദ്ധമൊക്കെ അവസാനിച്ചിട്ടോ ഈ മുറിവുകൾ വല്ലാതെ അദ്ദേഹത്തെ വേദനിപ്പിച്ചു. ഈ കഴുത്തിൻ്റെ പിറകിലുള്ള മുറിവ് എല്ലാവരും കണ്ടു, കയ്യിൻ്റെ ഭാഗത്തുള്ള മുറിവ് എല്ലാവരും കണ്ടു, പല ഭാഗങ്ങളിലുള്ള മുറിവുകളൊക്കെ എല്ലാവരും കണ്ട്. പക്ഷെ ആരും കാണാത്തൊരു മുറിവുണ്ടായിരുന്നു. അതെവിടെയാണെന്നറിയാം? തൊടയുടെ ഭാഗത്തായിരുന്നേ. ഇതാർക്കും കാണിച്ചു കൊടുത്തില്ല. വൈദ്യന്മാർ വന്നപ്പോൾ പോലും ഈ മുറിവിനെ കുറിച്ച് പറഞ്ഞില്ല. ആ മുറിവ് കാരണം പനിയൊക്കെ ഉണ്ടായി, വല്ലാതെ ക്ഷീണിച്ച് പ്രയാസപ്പെട്ട് പിറ്റേ വർഷം ഈ ലോകത്തുനിന്ന് വിട പറഞ്ഞുപോയി. ആ മുറിവ് ചികിത്സിച്ച് ഭേദമാക്കിയിരുന്നെങ്കിൽ ഒരുപക്ഷെ ചരിത്രം വേറെ ഒന്നും ആകുമായിരുന്നു. പക്ഷെ ആ മുറിവ് ആർക്കും കാണിച്ചു കൊടുത്തില്ല. മയ്യത്ത് കുളിപ്പിക്കുന്ന ആളുകളാണ് ആ മുറിവ് കാണുന്നത്. നിങ്ങൾ ആലോചിക്കണം, മയ്യത്ത് കുളിപ്പിക്കുന്ന ആളുകളാണ് ആ മുറിവ് ആദ്യം കാണുന്നത്. മരണപ്പെട്ട സമയത്ത് എത്രയോ വയസ്സ് എന്നറിയോ? 93 വയസ്സ്. 1845 93 വയസ്സിലാണ് ഈ ലോകത്തുനിന്ന് മരിച്ചു പോകുന്നത്. അപ്പോൾ ആ യുദ്ധത്തിൽ പങ്കെടുത്തപ്പോൾ എത്രയിരിക്കും പ്രായം? എത്രയിരിക്കും? 1 കൊല്ലം മുമ്പാണ് ഈ യുദ്ധം. അപ്പോൾ 1844 ചേറൂർ യുദ്ധത്തിൽ പങ്കെടുക്കുമ്പോൾ ആ മനുഷ്യൻ്റെ പ്രായം എത്രയായിരുന്നു? 92 വയസ്സ്. ആരാന്നറിയോ? അത് അറിയോ? ആ മനുഷ്യൻ്റെ പേരാണ് മമ്പുറത്തെ തങ്ങളുപ്പാപ്പ. അറിയോ? മലയാളിയല്ല, യമനിൽ നിന്ന് വന്ന ആളാ. യമനിലെ തെരീമിൽ നിന്ന് വന്ന ആളാ. തെരീം ഗോത്രത്തിൽ നിന്ന് വന്ന ആളാ. ഇവിടെ അമ്മാവനുണ്ടായിരുന്നു, അമ്മാവൻ്റെ അടുത്തേക്ക് വന്നതാ. എന്നിട്ട് ഈ നാടിൻ്റെ നായകനായി മാറി. 92ാമത്തെ വയസ്സിലാണ് യുദ്ധത്തിൽ പങ്കെടുക്കണേ. വല്ല ആവശ്യം ഉണ്ടായിരുന്നോ? അവിടെ ഇരുന്നാൽ പോരായിരുന്നോ? വീട്ടിലിരുന്നാൽ പോരായിരുന്നോ? പള്ളിയിലിരുന്നാൽ പോരായിരുന്നോ? എല്ലാവർക്കും പ്രിയപ്പെട്ട തങ്ങളുപ്പാപ്പയായിരുന്നു. ഇതെന്താ സംഭവം എന്നറിയോ? ഒരു കാര്യം ഏറ്റെടുത്താൽ അതിൻ്റെ അവസാനം വരെയാണ്. വഴിയിലിട്ടച്ചു പോണ പരിപാടിയില്ല. അതാണ് മമ്പുറം സയ്യിദ് അലവി മൗലദ്ദവീല എന്ന ഈ നാടിൻ്റെ നായകനായി തീർന്ന മമ്പുറം സയ്യിദ് തങ്ങളുപ്പാപ്പ എന്ന് പറയുന്നത്. ഇതാണ് ലീഡർഷിപ്പ് എന്ന് പറയുന്നത്. അതാണ്
മലയാളത്തിലൊരു പുസ്തകമുണ്ട്, സി രാധാകൃഷ്ണൻ്റെ മുൻപേ പറക്കുന്ന പക്ഷികൾ. അതാണ് എന്താണ് മുൻപേ പറക്കുന്ന പക്ഷികൾ. മുൻപേ പറക്കുന്ന പക്ഷികൾ. എന്താണ് മുൻപേ പറക്കണ പക്ഷികൾ എന്ന് പറഞ്ഞാൽ, കുറേ പക്ഷികൾ ഇങ്ങനെ പറക്കുമ്പോഴേ മുന്നിൽ പറക്കണ ഒന്നോ രണ്ടോ കിളികൾ ഉണ്ടാവും. ഈ പറക്കുന്നതിനിടയിൽ എന്തെങ്കിലും ഒരു വെല്ലുവിളി ഉണ്ടെങ്കിൽ അതാദ്യം ഏറ്റുവാങ്ങുന്ന ആളുകളാണ് ആര്? മുൻപേ പറക്കുന്ന പക്ഷികൾ. അതാണ് ലീഡേഴ്സ് എന്ന് പറയുന്നത്. നമ്മളൊരു ഭാരവാഹിത്വത്തിൽ വരുമ്പോൾ എന്താ സംഭവിക്കുന്നത്? എന്താണ് ഒരു ജനതയ്ക്ക് നായകന്മാരായി മാറുമ്പോൾ എന്താ സംഭവിക്കുന്നത്? നമ്മളവിടെ സ്വയം ത്യജിക്കുന്നൊരു പ്രവർത്തനമുണ്ട്. ആയുസ്സിനെ ഇങ്ങനെ ത്യജിക്കുന്നൊരു പ്രവർത്തനമുണ്ട്. കുടുംബത്തിന് വേണ്ടിയാവില്ല അവരൊന്നും ഉറക്കൊഴിക്കുന്നത്. E.T. മുഹമ്മദ് ബഷീർ എന്ന ഈ നാടിൻ്റെ നായകൻ സ്വന്തം കുടുംബത്തിന് വേണ്ടി ചെയ്ത യാത്രകൾ വിരലിൽ എണ്ണാവുന്ന യാത്രകളുണ്ടാവും, അല്ലേ? ശ്രീ മൊയിൻ മലയമ്മ അദ്ദേഹത്തിൻ്റെ കുടുംബത്തിന് വേണ്ടി ഉറക്കമൊഴിച്ച രാത്രികൾ ഏതാനും രാത്രികളേ ഉണ്ടാവുള്ളൂ. പക്ഷേ ഒരു ചരിത്രത്തിൻ്റെ പിറകെയുള്ള സഞ്ചാരം, ഒരു ജനതയ്ക്ക് വേണ്ടിയുള്ള പോരാട്ടം, ഇതെന്താണെന്നറിയോ? മുൻപേ പറക്കുന്ന പക്ഷികളെ പോലെയാണ് അവർ. അപ്പോൾ ഈ നാടിൻ്റെ നായകന്മാരെ നമ്മൾ ഓർക്കുമ്പോൾ അതാണ് അവരിങ്ങനെ ത്യജിച്ചതിൻ്റെ ചരിത്രം. വാഴക്കാട്ടേക്ക് ഇങ്ങനെ വരുമ്പോൾ ഓർമ്മയിൽ നിറയുന്ന മറ്റൊരു പേര് കണ്ണിയത്തുസ്താദിൻ്റെ പേരാണ്. ഒരായുസ് കൊണ്ട് ചുറ്റും ജീവിച്ച മനുഷ്യന്മാർക്കൊക്കെ പറയാൻ കരുണയുടെ, സത്യസന്ധതയുടെ, അതാണ് സത്യസന്ധതയുടെ ചരിത്രം മാത്രം. അതാണ് കണ്ണിയത്തുസ്താദ് എന്ന് പറയുന്നത്. വായിച്ചതാണ് നമ്മൾ. 93-ലല്ലേ വഫാത്താകുന്നത്. പിന്നെയുള്ള തലമുറ മുഴുവനും വായിക്കണം, കാണുന്നില്ല, വായിക്കണം. നമ്മൾ പറയുന്ന ആളുകൾക്ക് മുഴുവനും പറയാനുള്ളത് എന്താ? സത്യസന്ധതയുടെ ചരിത്രം. മരക്കച്ചവടം നടത്തി, അതൊക്കെ പരാജയപ്പെട്ടു. കാരണം എന്താണ്? മരത്തിന് എന്തെങ്കിലും കുഴപ്പമുണ്ടെങ്കിൽ അത് പറഞ്ഞു കൊടുക്കും. പിന്നെ ആരെങ്കിലും മരം വാങ്ങുമോ? മരത്തിനൊരു കുഴപ്പമുണ്ടെങ്കിൽ പറയാതിരുന്നാലല്ലേ ആ മരം ആൾക്കാർ വാങ്ങുള്ളൂ. പക്ഷേ പറയാതിരിക്കുന്ന സത്യം കള്ളമാണ് എന്നറിയുന്ന ഒരാൾക്കത് പറയാതിരിക്കാൻ കഴിയില്ലല്ലോ. അതാണ് ഈ സത്യം എന്നുള്ള വാക്കിന് അറബിയിൽ പറയുന്ന വാക്കെന്താണെന്നറിയോ? എന്താ ഹക്ക് എന്ന് പറയാ. എന്താണ് ഹക്ക്? ഹക്ക് എന്നുള്ളത് പടച്ചോന്റെ പേരാ കേട്ടോ. സത്യമുള്ളവൻ എന്നല്ല, കാരുണ്യമുള്ളവൻ എന്നാ പറഞ്ഞ, വിളിച്ചാൽ വിളി കേൾക്കുന്നവൻ എന്നാ പറഞ്ഞ, സ്നേഹമുള്ളവൻ എന്നാ പറഞ്ഞ, സത്യമുള്ളവൻ എന്നല്ല, സത്യം. അപ്പൊ അതെന്തായിരിക്കും എന്ന് നിങ്ങളൊന്ന് ആലോചിച്ച് നോക്കൂ. അതെന്താണ്? അതാ മലയാളത്തില് ഞാൻ കുറേ അധികം പറയുന്നുണ്ടല്ലേ, നമുക്കറിയാം. മനസ്സിൽ വരുന്ന കാര്യങ്ങൾ പറയാതിരിക്കണ്ടെന്ന് വിചാരിച്ചിട്ടാണ് കേട്ടോ. ഇതും കൂടി പറഞ്ഞിട്ട് അവസാനിപ്പിക്കാൻ. മലയാളത്തിൽ ധൈര്യം എന്നുള്ളതിന് പറയാറുള്ളൊരു വാക്കാണ് എന്ത്? ആർജവം, അല്ലേ? ആർജവം എന്ന് പറയില്ലേ ധൈര്യത്തിന്? ഈ ആർജവം എന്നുള്ള വാക്ക് ഉണ്ടായത് ഏത് വാക്കെന്നാണ് എന്ന് കേട്ടിട്ടുണ്ടോ? ഋജു. എന്താണ്? ഋതു എന്നുള്ള വാക്കിൽ നിന്നാണ് ആർത്തവം ഉണ്ടായത്. അതേപോലെ ഋജു എന്നുള്ള വാക്കിൽ നിന്നാണ് ആർജവം ഉണ്ടായത്. രണ്ടും രണ്ട് വാക്കാണ് കേട്ടോ. ഋജു എന്ന് പറഞ്ഞാൽ എന്താണ്? സത്യം, നേരെ. അതാണ് ഋജു. നേരെ വാ നേരെ പോ, അതാണ് ഋജു. ആ വാക്കിൽ നിന്നാണ് ഏത് വാക്കുണ്ടായത്? ധൈര്യം, ആർജവം. കാരണം എന്താ? ഉള്ളിൽ സത്യമുള്ളവന് മാത്രം ഉണ്ടാവണ സാധനമാണ് ധൈര്യം. ഉള്ളിൽ സത്യമുള്ളവന് മാത്രം ഉണ്ടാവണ സാധനമാണ് ധൈര്യം. കണ്ണിയത്തുസ്താദിനെ കുറിച്ച് ആലോചിച്ചപ്പോൾ ഓർമ്മയിൽ വന്നതാണ്. നമ്മളിൽ നിന്ന് മൺമറഞ്ഞു പോയ ആ വലിയ ജീവിതങ്ങളെ പടച്ചവൻ അവൻ്റെ കാരുണ്യവും സ്നേഹവും നിറഞ്ഞ കൈകളോടെ സ്വീകരിക്കുമാറാവട്ടെ. ചോദിച്ചോളൂ.
അസ്സലാമു അലൈക്കും. ഇത്രയേറെ കേട്ടപ്പം, ചാലിയാറിനെ കുറിച്ച് കേട്ടപ്പം, ചാലിയാർ പുഴയുടെ ചരിത്രം, നാടിൻ്റെ ചരിത്രം, വാഴക്കാടിൻ്റെ ചരിത്രം കേട്ടപ്പം പറയാൻ തോന്നിയൊരു കാര്യം പറയാണ്. പലപ്പോഴും ജനിച്ചപ്പോൾ തോന്നിയിട്ടുണ്ട്, എന്താണ് ഈ ചാലിയാറിന് എൻ്റെ ലൈഫിലൊരു സിഗ്നിഫിക്കൻസ്. പലപ്പോഴും നമ്മൾ റിലേറ്റ് ചെയ്യുക, എന്താണ് എൻ്റെ ലൈഫിൽ ചാലിയാറിനൊരു പ്രസക്തി. നാട്ടിൽ ഒരുപാട് സ്ഥലങ്ങൾ ഉണ്ടായിരുന്നു, എവിടെ വേണമെങ്കിലും ജനിക്കാമായിരുന്നു, ഭൂമി ഇത്ര പരന്നതാണ്, ഇത്ര വിശാലമാണ്, എന്നിട്ടും എന്തിന് ചാലിയാർ എന്ന് പലപ്പോഴും ചിന്തിച്ചിട്ടുണ്ടായിരുന്നു. ഇപ്പം ചാലിയാറിൻ്റെ ചുറ്റും നടന്ന ഒരുപാട് വിഷയങ്ങളെക്കുറിച്ച് ചർച്ച ചെയ്തപ്പം സത്യം പറഞ്ഞു കഴിഞ്ഞാൽ അറിയാതെ എപ്പോഴോ ഞാൻ ഓർത്തു പോയത് 1.5 വർഷം മുമ്പ് നടന്ന ഒരു സംഭവമാണ്. ചാലിയാർ പുഴയിൽ ഒരു 17 വയസ്സുകാരിയുടെ മൃതദേഹം പൊങ്ങിയ ദിവസം. അതെൻ്റെ അനിയത്തിയുടേതായിരുന്നു. ഒരു അനീതിക്കെതിരെ പോരാടിയതിൻ്റെ പേരിൽ ചാലിയാറിലേക്ക് വലിച്ചെറിയപ്പെട്ട ഒരു 17 വയസ്സുകാരി. അപ്പം നമ്മൾ ഇത്രയേറെ ആർജവത്തെക്കുറിച്ചും ചാലിയാറിലേക്ക് എടുത്തു ചാടിയവരെക്കുറിച്ചും ചാലിയാറിന് വേണ്ടി സംസാരിച്ചവരെ കുറിച്ചും പറഞ്ഞപ്പോൾ ഒരു നാടിൻ്റെ നന്മയ്ക്ക് വേണ്ടി വർഷങ്ങളായി നടന്ന ഒരു അനീതിക്കെതിരെ പോരാടിയതിൻ്റെ പേരിൽ ചാലിയാറിലേക്ക് വലിച്ചെറിയപ്പെട്ട അവളെയാണ് സത്യം പറഞ്ഞാൽ എനിക്ക് ഓർമ്മ വന്നത്. ഇത് അവള് മാത്രമല്ല, ഒരുപാട് പേര് ഒരു നാടിൻ്റെ നന്മയ്ക്ക് വേണ്ടിയിട്ട് സ്വന്തം ജീവൻ കളയേണ്ടി വന്നവരുണ്ടാവാം. അതുകൂടി ഈ നിമിഷം ഞാൻ ഓർത്തു. അങ്ങനെയുള്ള എത്രയോ മനുഷ്യർ, എൻ്റെ അനിയത്തിയെ പോലെ 17 വയസ്സുള്ള ഒരുപാട് സ്വപ്നമുണ്ടായ ഒരു പെൺകുട്ടിയെ പോലെ എത്രയോ പേര് ഈ ചാലിയാറിൽ നമുക്ക് വേണ്ടി ഇങ്ങനെ ഉണ്ടായിട്ടുണ്ട് എന്നുള്ള ഓർമ്മപ്പെടുത്തലും കൂടി ഉണ്ടായപ്പോൾ ഐ somehow wanted to tell this. Thank you. അതിൽ ആ പോരാട്ടത്തിൽ പങ്കാളികളാവുക എന്നുള്ള ചരിത്രപരമായൊരു ദൗത്യമുള്ളവരാണ് ഈ ഇരിക്കുന്ന മുഴുവൻ ആളുകളും, ഇവിടെ ഇരിക്കുന്ന ആളുകളടക്കം. അതേതെങ്കിലും ഒരു കുടുംബത്തിൻ്റെ മാത്രം ഉത്തരവാദിത്തമായി മാറേണ്ട ഒന്നല്ല. ആ പോരാട്ടത്തിൻ്റെ ഭാഗമാകേണ്ടത് മുഴുവൻ മനുഷ്യരുടെയും ഉത്തരവാദിത്വമാണ്. അവർക്ക് വേണ്ടി സംസാരിക്കുക എന്നുള്ളതും ശബ്ദിക്കുക എന്നുള്ളതും. അപ്പോൾ നമ്മുടെ ആ അനിയത്തിയോടുള്ള ഐക്യദാർഢ്യമാകട്ടെ ഈ സന്ദർഭത്തിൽ ഉണ്ടാവേണ്ടത് എന്ന് ആഗ്രഹിക്കുന്നു. അസ്സലാമു അലൈക്കും. മുഹമ്മദ് ഷെരീഫ്, പുഴയുടെ അക്കരെ നിന്നാണ്, മാവൂരുകാരനാണ്. നേരത്തെ ഇവിടെ സംസാരിച്ചു ചാലിയാറിനെ പറ്റി. ഓമനായിട്ട് ബഷീർ സാഹിബൊക്കെ പുഴ കടന്ന് മാവൂരിലേക്ക്, ഞങ്ങളുടെ നാട്ടിലേക്ക് ഗോളിയറൻസിൽ ജോലി ചെയ്ത് അങ്ങനെയാണ് നമ്മുടെ ഒരു നേതൃത്വത്തിലേക്ക് എത്തുന്നതെന്ന് പറയുന്നുണ്ട്. എൻ്റെ ചോദ്യം ഇതാണ്, ഇന്നത്തെ കാലത്ത് തോണി കാത്തു നിൽക്കേണ്ട കാര്യമില്ല, പാലങ്ങൾ ഇഷ്ടം പോലെയുണ്ട്, സൗകര്യങ്ങൾ കൂടിയിട്ടുണ്ട്. നേരത്തെ സാറ് പറഞ്ഞ മനസ്സമാധാനം, അതിനേക്കാൾ ഉപരിയായിട്ട് ഇന്ന് സംതൃപ്തിയില്ല, സാറ്റിസ്ഫാക്ഷൻ ഇല്ല എന്നുള്ളതാണോ ഇന്നത്തെ കാലത്തെ ഏറ്റവും വലിയ, ഞങ്ങളെപ്പോലെയുള്ള പുതുതലമുറ ഇന്ന് അഡ്രസ്സ് ചെയ്യുന്ന ഏറ്റവും വലിയൊരു വെല്ലുവിളി എന്നുള്ളത്? ഇതാണ് ചോദ്യം. ആ ചോദ്യത്തിന് പഠിച്ചോൻ്റെ ഒരു വാക്ക് പറഞ്ഞിട്ട് നമുക്ക് നമ്മുടെ പ്രോഗ്രാമും കൺക്ലൂഡ് ചെയ്യാൻ പറഞ്ഞിട്ടുണ്ട് അല്ലേ? ഒരു ഫൈനൽ നോട്ടായിട്ട് നമുക്കിത് കൺക്ലൂഡ് ചെയ്യാം. കൺക്ലൂഡ് ചെയ്യാം. ഒരു മനുഷ്യൻ്റെ ഏറ്റവും വലിയ ഗുണം, ഏറ്റവും വലിയ ക്വാളിറ്റി എന്ന് പറയുന്നത് എന്താണോ അയാൾക്കുള്ളത് അതിനോട് അയാൾ ഗ്രേറ്റ്ഫുൾ ആവുക എന്നുള്ളതാണ്. അതാണ് പഠിച്ചോൻ പറഞ്ഞിട്ടുണ്ട്, നിങ്ങൾക്ക് ഇപ്പം എന്താണോ നിങ്ങളുടെ കയ്യിലുള്ളത്, ഇപ്പം നിങ്ങളുടെ കയ്യിലുള്ളതിന് വേണ്ടി നിങ്ങൾ ഒരിക്കൽ പ്രാർത്ഥിച്ചിട്ടുണ്ട്. നിങ്ങൾ ഒരിക്കൽ പ്രാർത്ഥിച്ചതാണ് ഇപ്പം നിങ്ങളുടെ കയ്യിലുള്ളത്. അപ്പം ഇപ്പം നിങ്ങളുടെ കയ്യിലുള്ളത് എന്താണോ അതിനോട് നിങ്ങൾക്ക് നന്ദി ഉണ്ടെങ്കിൽ നിങ്ങൾക്ക് നാം അതുപോലുള്ളത് കൂടുതൽ തരാം. എത്ര മനോഹരമായൊരു വാഗ്ദാനമാണ് അത് നലിച്ചു. ഇപ്പം നിങ്ങൾക്ക് എന്താണോ ഉള്ളത് അതാണ് കണ്ടൻമെന്റ് എന്ന് പറയുന്നത്. അദ്ദേഹം സൂചിപ്പിച്ചത് അതാ, കണ്ടൻമെന്റ്. കണ്ടൻമെന്റ് എന്ന് പറഞ്ഞാൽ അയാൾക്ക് എന്താണോ ഉള്ളത് ആ ഉള്ളതിൽ അയാൾ അനുഭവിക്കുന്ന ഒരു നിർവൃതിയാണ് ശരിക്കും പറഞ്ഞുള്ളത്. ആ നിർവൃതിയാണ് ഒരാൾക്ക് ഈ ഭൂമിയിൽ കിട്ടാവുന്ന
ഏറ്റവും വലിയ സമ്പത്ത് അതാണ്. അയാളുടെ മനസ്സ് സമ്പന്നമായിരിക്കും. ആ സമ്പന്നതയാണ് ശരിക്കും പറഞ്ഞാൽ കണ്ടൻമെന്റ്. അപ്പോൾ പഠിച്ചോൻ പറയാ, നിങ്ങൾക്ക് എന്താണോ ഉള്ളത്, നിങ്ങളുടെ വീട് ചെറുതായിരിക്കും, ആ ചെറിയ വീടിനോട് നിങ്ങൾക്ക് കണ്ടൻമെന്റ് ഉണ്ടോ എങ്കിൽ ഞാൻ നിങ്ങൾക്ക് കൂടുതൽ തരാം. ഒരുപക്ഷെ വലിയ വീട്ടിൽ കിടന്നുറങ്ങുന്ന ആൾക്ക് അത് ഉണ്ടാവണമെന്നില്ല. പഠിച്ചോന്റെ പദ്ധതികളെ ഒരാൾ വിശ്വസിക്കല്ലാതെ അതാ. ഇപ്പം നമ്മളിങ്ങനെ ഒരു വഴിയിലൂടെ നടന്നു പോകുമ്പോഴേ, വഴിയിലൂടെ നമ്മളിങ്ങനെ നടന്നു പോകുമ്പോൾ അതിങ്ങനെ വളഞ്ഞ് പൊളഞ്ഞൊഴുകുന്ന വഴിയാണെന്ന് വിചാരിക്കുക. നല്ല വളവുകളുള്ള വഴിയാണ്. അപ്പോൾ ആ വളവിൻ്റെ അപ്പുറത്ത് എന്താണ് ഉള്ളത് നമുക്കറിയില്ലല്ലോ. നമ്മൾ താഴ്ന്ന് നോക്കുമ്പോൾ വളവിൻ്റെ അപ്പുറത്ത് എന്താണ് ഉള്ളത് നമുക്കറിയില്ലല്ലോ. മുകളിൽ നിന്ന് നോക്കുന്ന ആൾക്കോ, മുകളിൽ നിന്ന് നോക്കുന്ന ആൾക്കോ അയാൾക്കറിയാം ആ അപ്പുറത്ത് എന്താണ് ഉള്ളത്. അടുത്ത ശനിയാഴ്ച എന്താ നടക്കുകയെന്ന് അയാൾക്കറിയാം. അടുത്ത വർഷം എന്താ നടക്കുകയെന്ന് അയാൾക്കറിയാം. കാരണം അയാൾ നോക്കുന്ന മുകളിൽ നിന്നാണ്, നമ്മൾ നോക്കുന്ന താഴ്ന്നും. നമുക്ക് അടുത്ത വളവിൻ്റെ അപ്പുറത്തുള്ളത് എന്താന്ന് പോലും അറിയില്ല. മുകളിൽ നിന്ന് നോക്കുന്ന ആൾക്ക് അറിയാം എന്തൊക്കെയാണ് ഇവനെ കാത്തിരിക്കണത്. ആ മുകളിലുള്ള ആളല്ലേ, അയാളെ വിശ്വസിക്കലാണ് കണ്ടൻമെന്റ് എന്ന് പറയുന്നത്. ഈ പ്രാർത്ഥനയിലൂടെയൊക്കെ ഒരാൾ നേടിയെടുക്കുന്നത് ആ ഒരു സംതൃപ്തിയാണ്. പഠിച്ചോന്റെ പദ്ധതികളിൽ ഒരാൾ ഇങ്ങനെ അനുഭവിക്കുന്ന ഒരു സംതൃപ്തി. അതിനൊരു ഉദാഹരണം പറയാം. പിന്നെ മൂസാ നബി ജീവിച്ചത് ഫറോവയുടെ കൊട്ടാരത്തിലല്ലേ, അല്ലേ? കൊട്ടാരത്തിൽ ജീവിച്ച മൂസാ നബി അവസാനം എത്തുന്നത് എവിടെയാ? മദിയനിലെ ഒരു ചെറിയ കുടിലിലാണ്, അല്ലേ? ഒരു കുടിലിൽ ജനിച്ച ആളാണ് യൂസുഫ് നബി. അവസാനം എത്തുന്നത് എവിടെയാ? ഈജിപ്തിലെ കൊട്ടാരത്തിൽ വളർന്ന മൂസാ നബി മദിയനിലെ ചെറിയൊരു കുടിലിലെത്തിയതും, ചെറിയൊരു കുടിലിൽ ജനിച്ച യൂസുഫ് നബി ഈജിപ്തിലെ കൊട്ടാരത്തിലെത്തിയതുള്ളൊരു പദ്ധതിയില്ലേ? ഇതിൻ്റെ പേരാണ് പഠിച്ചോന്റെ പദ്ധതി, പഠിച്ചോന്റെ പ്ലാൻ. ആ പഠിച്ചോന്റെ പ്ലാനിനെ ഒരാൾ വിശ്വസിക്കലാണ്, അന്ധമായി വിശ്വസിക്കലാണ് കണ്ടൻമെന്റ്. പഠിച്ചോനെ ഇങ്ങനെ പിടിക്കുകയാണ് അയാള്. അതാ നമ്മുടെ നാട്ടിലൂടെ ഇങ്ങനെ അലഞ്ഞു തിരിഞ്ഞ് നടക്കുന്ന ഒരു യാചകൻ. ആ യാചകനെ പോലീസ് പിടിച്ചു. പോലീസ് പിടിച്ചത് എന്തിനാണെന്നറിയോ? അയാളെ ശിക്ഷിക്കാനല്ല. അയാളെ പോലീസ് കൊണ്ടുപോയി വേറൊരു നാട്ടിലേക്ക് കൊണ്ടുപോയി. എന്താ സംഭവം എന്നറിയോ? വേറെ ഒരു നാട്ടിലെ ഒരു വലിയ പണക്കാരനുണ്ട്, ഒരു സമ്പന്നനായ ഒരാള്. അയാളുടെ ഒരു മകനെ കുട്ടിക്കാലത്ത് നഷ്ടപ്പെട്ടതാ. അതാണ് ആര്? ഈ യാചകൻ. നമ്മുടെ മുന്നിൽ കൈനീട്ടിയ ആളില്ലേ, അതാരാണ്? വേറൊരു നാട്ടിലെ ഒരു പ്രഭുവിൻ്റെ മകനാണ് എന്ന് ആ യാചകൻ തിരിച്ചറിയുന്നൊരു നിമിഷം ആലോചിച്ച് നോക്ക്. ആ യാചകൻ തിരിച്ചറിയാം, ഞാൻ യാചകനല്ല രാജകുമാരനാണ് എന്ന് തിരിച്ചറിയുന്നൊരു നിമിഷത്തെക്കുറിച്ച് ആലോചിച്ച് നോക്കൂ. അങ്ങനെ ഒരു തിരിച്ചറിവാണ് ഒരാൾക്ക് പഠിച്ചോനെ മനസ്സിലാകുമ്പോൾ സംഭവിക്കുന്നത്. അയാൾ ശക്തിപ്പെടും. ജീവിതത്തിൻ്റെ ദുർബലതകളിൽ നിന്ന് അയാൾ ഉയർത്തെഴുന്നേൽക്കും. അയാൾ പഠിച്ചോനുമായുള്ള ഒരു ആത്മബന്ധത്തിലൂടെ അയാൾ അനുഭവിക്കുന്ന ഒരു രസമുണ്ട്. അയാളുടെ സുജൂദുകളൊക്കെയും ചുംബനങ്ങളായി മാറും. അതാണ് ജീവിതത്തിൽ അനുഭവിക്കാവുന്ന ഏറ്റവും വലിയ സമ്പാദ്യം. നമ്മൾ ഇത്രയും നേരം സംസാരിച്ചത് ഇനി മുന്നോട്ട് എങ്ങനെ എന്നുള്ള കാര്യങ്ങളാണ്. ഈ സെഷന് പേരിട്ടിരിക്കുന്നത് തിരിച്ചറിവ് എന്നുള്ളതാണ്. ഇന്നലെയും ഇന്നുമായിട്ട് നിങ്ങൾക്ക് ലഭിച്ചിട്ടുള്ള അനുഭവങ്ങൾ, നിങ്ങൾക്ക് ലഭിച്ചിട്ടുള്ള അറിവുകൾ, നിങ്ങൾക്ക് ലഭിച്ചിട്ടുള്ള പുതിയ പുതിയ പ്രചോദനങ്ങളായിട്ടുള്ള കാര്യങ്ങൾ, ഇതൊക്കെ മുന്നോട്ടുള്ള നിങ്ങളുടെ യാത്രയെ സുഖകരമാക്കട്ടെ എന്നും ആവേശമുള്ളതാക്കട്ടെ എന്നും പ്രാർത്ഥിക്കുന്നു. നമ്മളിവിടെ അവസാനിക്കുകയാണ്. ഇത്രയും നേരം സംസാരിച്ചതിൽ നല്ല സാന്ദ്രമായിട്ടുള്ള വാക്കുകൾ ഞങ്ങൾക്ക് നൽകിയതിലുള്ള സ്നേഹവും സന്തോഷവും അറിയിക്കുന്നു. താങ്ക് യു സോ മച്ച്. താങ്ക് യു. ചാലിയാർ തീരത്തെ പുഴയുടെ ശബ്ദത്തിൽ
നമ്മുടെ ചോദ്യങ്ങളും നമ്മുടെ വാക്കുകളും നമ്മുടെ തിരിച്ചറിവുകളും ഒഴുകിയെത്തുന്നു. ഇറ്റ്സ് നോട്ട് ജസ്റ്റ് എ ഫസ്റ്റ്, ഇറ്റ്സ് എ ജേണി. വായനയിൽ നിന്ന് ചിന്തയിലേക്ക്, ചിന്തയിൽ നിന്ന് ശബ്ദത്തിലേക്ക്, ശബ്ദത്തിൽ നിന്ന് തിരിച്ചറിവിലേക്ക്. ചാലിയാർ ഈസ് നോട്ട് ജസ്റ്റ് എ റിവർ, ഇറ്റ്സ് എ വിറ്റ്നസ്, എ മെമ്മറി, എ മിറർ. പുഴയുടെ താളം വാക്കുകളിലേക്ക്, വാക്കുകളുടെ പ്രതിധ്വനി തിരിച്ചറിവിലേക്ക്. ഇതാ വാക്കുകൾക്ക് തീരം, ചിന്തകൾക്ക് ഒഴുക്ക്, സംഭാഷണങ്ങൾക്ക് വഴിയൊരുക്കുന്ന ഒരു സംഗമം. ഇന്നത്തെ ശ്രേഷ്ഠ സന്ദേശങ്ങളും പ്രചോദനവും നൽകിയ PMA ഗഫൂർ സാറിനും ഫാത്തിമ തഹ്ലിയ മാമിനും ഈ പരിപാടിയെ സഫലമാക്കിയ എല്ലാവർക്കും ഹൃദയം നിറഞ്ഞ നന്ദി. ചാലിയാർ ഇനിയും ഒഴുകും, അതിൻ്റെ കഥകൾ ഇനിയും തുടരും. 2 ദിവസം ഈ ഗസാനഗരി സാക്ഷിയായത് ഒരു പുതിയ ചരിത്രത്തിൻ്റെ തുടക്കത്തിനാണ്. ഇവിടെ ചാലിയാർ ലിറ്ററേച്ചർ ഫസ്റ്റ് എഡിഷൻ അതിൻ്റെ സമാപന പരിപാടിയിലേക്ക് സദസ്സ് വഴിമാറുകയാണ്. കലയെയും സാഹിത്യത്തെയും യാത്രയെയും സമകാലത്തെയും ചർച്ച ചെയ്യാൻ ഇത്രയും മനോഹരമായ ഒരു വേദി ഒരുക്കി നൽകിയവരെയും അതിൻ്റെ പിന്നിൽ ആഹോരാത്രം കഷ്ടപ്പെട്ട മുഴുവൻ ആളുകളെയും ഞങ്ങൾ ഈ വേദിയിലേക്ക് ക്ഷണിക്കുകയാണ്. ഈ സമാപന സെഷനിലെ അതിഥികൾക്ക് ബഷീർ സാഹിബ് സ്നേഹാദരവ് നൽകുന്നു. അതിനായി ബഷീർ സാഹിബിനെ ക്ഷണിക്കുന്നു. നിതാന്ത സുന്ദരവും ശാന്തിമയവും സ്വൈര്യപൂർണവുമായ ജീവിതത്തിന് വേണ്ടി സ്വജീവൻ ബലിയർപ്പിച്ച ധീരദേശാഭിമാനികളെയും ചാലിയാർ സമരനായികളെയും ഓർത്ത് പഠിക്കാനും പകർത്താനും ചിരിക്കാനും ചിന്തിക്കാനും ഉതകുന്ന അക്ഷരക്കൂട്ടങ്ങളുടെ 2 ദിവസത്തെ പെരുമയ വർഷങ്ങൾക്ക് ഇന്ത്യൻ യൂണിയൻ മുസ്ലിം ലീഗിൻ്റെ വാഴക്കാട് പഞ്ചായത്ത് കമ്മിറ്റി സംഘടിപ്പിക്കപ്പെട്ട ചാലിയാർ ലിറ്ററേച്ചർ ഫെസ്റ്റിവലിൻ്റെ അവസാന സെഷൻ തിരിച്ചറിവിന് നേതൃത്വം നൽകിയ പ്രിയങ്കരനായ പ്രഭാഷകൻ, നമ്മുടെ ആവേശമായ PMA ഗഫൂർ, ഇന്ത്യൻ യൂണിയൻ മുസ്ലിം ലീഗിൻ്റെ ഓർഗനൈസിംഗ് സെക്രട്ടറിയും ഈ വാഴക്കാടിന് നമ്മുടെ സ്വകാര്യ അഹങ്കാരം കൂടിയായ ET മുഹമ്മദ് ബഷീർ സാഹിബ് സ്നേഹോപഹാരം കൈമാറുന്നു. അതിനായി ബഷീർ സാഹിബിനെ ക്ഷണിക്കുന്നു. ഈ സെഷനിൽ PMA ഗഫൂർ സാറിനൊപ്പം നമ്മെ നയിച്ച മുസ്ലിം യൂത്ത് ലീഗിൻ്റെ സംസ്ഥാന സഹകാര്യദർശി പ്രഭാഷക അഡ്വക്കേറ്റ് ഫാത്തിമ തഹ്ലിയക്കുള്ള സ്നേഹോപഹാരവും അഭിമന്യനായ ബഷീർ സാഹിബ് കൈമാറുന്നു.
ഈട്ടിയുടെ സാന്നിധ്യത്തിൽ ഒരു കാര്യം പറഞ്ഞോട്ടെ. ഇത് പഞ്ചായത്ത് മുസ്ലിം ലീഗ് സമ്മേളനത്തിൻ്റെ മുന്നോടിയായി നടക്കുന്ന ഒരു സെഷനാണെന്നാണ് പറഞ്ഞത്. അപ്പം ഈ സെഷന് ഇങ്ങനെയാണെങ്കിൽ പഞ്ചായത്ത് സമ്മേളനം എന്തായിരിക്കും എന്നാണ് ഞാൻ ആലോചിച്ചത്. ഇത് ഒരു ജനത ഉണർന്നെഴുന്നേൽക്കുന്നതിൻ്റെ അടയാളമാണ്. അവരുടെ ചരിത്രത്തെ അന്വേഷിച്ചു പോയിട്ട് ആവേശപൂർവ്വം അതൊരു തലമുറയിലേക്ക് ഇങ്ങനെ കൊളുത്തി വെക്കുന്നൊരു അനുഭവമാണ്. ഒരു കവിത മാത്രം പറയാം. നമ്മുടെ കടമ്മനിട്ടയുടെ ഒരു വരിയുണ്ട്, പറയട്ടെ. നിങ്ങളോർക്കുക നിങ്ങളെങ്ങനെ നിങ്ങളായെന്ന്. അതാണ് ഇവിടെ സംഭവിച്ചുകൊണ്ടിരിക്കുന്നത്. ഫാത്തിമ തഹ്ലീഖുള്ള ഉപഹാരം പ്രിയപ്പെട്ട ബഷീർ സാഹിബ് തന്നെ നൽകുന്നു. രണ്ട് ദിവസമായി ഈ ലിറ്ററേച്ചർ ഫെസ്റ്റിൽ വളരെ ദൂരെ നിന്നും ഇവിടെ എത്തിച്ചേർന്ന പ്രിയപ്പെട്ട ടി നജീബ് ചാപ്പനങ്ങാടി അവർകളെ ആദരപൂർവ്വം ഈ ലിറ്ററേച്ചർ ഫെസ്റ്റ് സംഘാടക സമിതിയുടെ ഉപഹാരം സ്വീകരിക്കുന്നതിന് വേണ്ടി ആദരപൂർവ്വം സ്റ്റേജിലേക്ക് ക്ഷണിക്കുകയാണ്. എല്ലാവർക്കും വേണ്ടിയുള്ള ഒരു ഉപഹാരമാണ് നൽകുന്നത്. ഗ്രന്ഥരചയിതാക്കൾക്ക് വാഴക്കാട് പഞ്ചായത്തിൽ നിന്ന് ഒരു പുസ്തകമെങ്കിലും എഴുതിയ ഗ്രന്ഥരചയിതാക്കളെ ഈ സമ്മേളന നഗരിയിൽ ആദരിക്കണമെന്ന് കരുതിയിരുന്നു. കുറേ പേരെ കൂടി ഇതിൽ ഉൾക്കൊള്ളിക്കാനുള്ളത് കൊണ്ട് മറ്റൊരു ദിവസത്തേക്ക് അത് ഉൾപ്പെടുത്തുന്നതാണെന്ന് സംഘാടകർക്ക് വേണ്ടി അറിയിക്കുകയാണ്. ക്ലോസിംഗ് സെറിമണിയിലേക്ക് വഴിമാറുകയാണ്. എല്ലാവർക്കും ബഷീർ സാഹിബിൻ്റെ കൺക്ലൂഷന് വേണ്ടി, ഉപസംഹാരത്തിന് വേണ്ടി പ്രിയപ്പെട്ട ബഷീർ സാഹിബിനെ ആദരപൂർവ്വം. നമ്മുടെ ചാലിയാർ ലിറ്ററേച്ചർ ഫെസ്റ്റ് വാഴക്കാട് പഞ്ചായത്ത് മുസ്ലിം ലീഗ് സമ്പൂർണ്ണ സമ്മേളനത്തിൻ്റെ മില്ലത്ത് കോൺക്ലേവിൻ്റെ ഭാഗമായി നടക്കുന്ന ഈ ലിറ്ററേച്ചർ ഫെസ്റ്റിൻ്റെ ആദ്യ എഡിഷൻ്റെ സമാപനമാണ്. ഇതിന് സ്വാഗതം ആശംസിച്ചുകൊണ്ട് ഇത് കോർഡിനേറ്റ് ചെയ്യാൻ നേതൃത്വം നൽകിയ മുസ്ലിം വിദ്യാർത്ഥി ഫെഡറേഷൻ നിയോജക മണ്ഡലം സെക്രട്ടറി ജുനൈദ് പാറപ്പുറത്ത് രണ്ട് വാക്കിൽ ഈ ചടങ്ങിലേക്ക് ഇതിൻ്റെ വിശിഷ്ടാതിഥികളെ സ്വാഗതം ചെയ്യുകയാണ്. അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി. തിര, തീരം, തിരിച്ചറിവ് എന്ന 3 ടാഗ് ലൈനോടുകൂടെ 2 ദിവസങ്ങളിലായി 8 സെഷനുകളിലായി 40ഓളം വക്താക്കളെ ഉൾപ്പെടുത്തിക്കൊണ്ട് നമ്മൾ ഇവിടെ സംഘടിപ്പിച്ചിട്ടുള്ള ചാലിയാർ ലിറ്ററേച്ചർ ഫെസ്റ്റിവലിൻ്റെ കൺക്ലൂഷൻ സെഷനിലാണ് നാം ഇരിക്കുന്നത്. ഈ ജനസാഗരത്തെ നോക്കിയാൽ ഒരിക്കലും ആദ്യമായി സംഘടിപ്പിച്ച ഒരു ലിറ്ററേച്ചർ ഫെസ്റ്റ് ആണ് എന്നൊരിക്കലും നമുക്ക് പറയാൻ സാധിക്കുകയില്ല. ഈ വൈകിയ വേളയിൽ ഞാൻ ദീർഘിപ്പിക്കുന്നില്ല. അക്ഷരങ്ങളാൽ നാം തീർത്ത ഈ നദി മറ്റൊരു തീരത്തെ തൊടുന്നവരെ നമുക്ക് കാത്തിരിക്കാം. തീർച്ചയായും ഈ ജനബാഹുല്യത്തെ സാക്ഷിയാക്കി ഞാൻ പറയുകയാണ്, ചാലിയാർ ലിറ്ററേച്ചർ ഫെസ്റ്റ് എഡിഷൻ 2 സംഭവിച്ചിരിക്കും. ഈ ഒരു വേദിയിലേക്ക് എല്ലാ വിശിഷ്ട വ്യക്തികളെയും, പ്രിയപ്പെട്ട നാട്ടുകാരെയും ശ്രോതാക്കളെയും പ്രിയപ്പെട്ട വിദ്യാർത്ഥി സുഹൃത്തുക്കളെയും ഹാർദവമായി സ്വാഗതം ചെയ്തുകൊണ്ട് ഞാൻ അവസാനിപ്പിക്കുന്നു. നന്ദി. ഈ ചടങ്ങിൻ്റെ അധ്യക്ഷം വഹിച്ചുകൊണ്ട് ഈ ചടങ്ങ് നടത്താൻ നേതൃത്വം നൽകിയ പ്രിയങ്കരനായ KP ഫൈസൽ മാഷ് സംസാരിക്കും. അസ്സലാമു അലൈക്കും. ഏറെ മനോഹരമായ 2 സായാഹ്നങ്ങൾ. ഇതിൻ്റെ പിന്നിൽ പ്രവർത്തിച്ച, നമുക്കറിയാം, മാസങ്ങളായി രാവും പകലുമില്ലാതെ പ്രവർത്തിച്ച പഞ്ചായത്ത് മുസ്ലിം ലീഗ് കമ്മിറ്റി ആഗ്രഹിച്ചതിൽ അപ്പുറമായ
ഏറ്റവും കളർഫുള്ളായ ഒരു പരിപാടിയായി ചാലിയാർ ലിറ്ററേച്ചർ ഫെസ്റ്റ് ഇന്ന് അടയാളപ്പെടുത്തിയിരിക്കുകയാണ്. നമ്മൾ പ്രതീക്ഷ 40-ലധികം ഗസ്റ്റുകൾ ഒരു 2 ദിവസത്തെ പരിപാടികളിൽ വ്യത്യസ്തമായ ആശയങ്ങൾ സംവദിച്ചുകൊണ്ട്, നേരത്തെ ഞാൻ KK കുറുപ്പ് സാറുമായി സംസാരിച്ചപ്പോൾ അദ്ദേഹം പറഞ്ഞു, ഇത്തരം CFL പരിപാടികൾക്ക് നമ്മൾ കൊടുക്കുന്ന വിഭവങ്ങൾക്കനുസരിച്ചാണ് സദസ്സ് ഉണ്ടാവുക എന്ന്. നമ്മൾ ഇന്നലെ പ്രതികൂല കാലാവസ്ഥ, ഇന്ന് അതിനേക്കാൾ കൂടുതൽ പ്രതികൂല കാലാവസ്ഥയിലും ഇരിപ്പിടമില്ലാത്ത രീതിയിൽ നിറഞ്ഞ സദസ്സ് ഈ CFLൻ്റെ വലിയ വിജയമാണ് കാണിക്കുന്നത്. ഇതിൻ്റെ പിന്നിൽ പ്രവർത്തിച്ച എല്ലാവർക്കും അഗൈതവമായ നന്ദി അറിയിച്ചുകൊണ്ട് ഞാൻ എൻ്റെ മൈക്ക് സിദ്ദീഖ് മാഷാക്ക്. പ്രിയമുള്ളവരെ, ഈ ചടങ്ങ് ഇത്രയും ഭംഗിയായി ഇവിടെ നടത്താൻ നേതൃത്വം നൽകിയത്, ഇതിന് കോർഡിനേറ്റ് ചെയ്തത് പ്രിയങ്കരനായ ഗ്രാമപഞ്ചായത്ത് പ്രസിഡന്റ് അഡ്വക്കേറ്റ് MK നൗഷാദാണ്. ഈ ചടങ്ങ് വളരെ ചുരുങ്ങിയ സമയം കൊണ്ട് സംസാരിക്കും. ഇതിന് നേതൃത്വം നൽകിയ ആളുകൾ 2 വാക്കിൽ ഇതിന് ഉപസംഹാര പ്രഭാഷണം നടത്തും. അതിനുവേണ്ടി നൗഷാദിനെ ക്ഷണിക്കുന്നു. പ്രിയമുള്ളവരെ, സമയം വളരെ വൈകിയിട്ടുണ്ട് എന്ന് എല്ലാവർക്കും അറിയാം. കാരണം ഞങ്ങളുടെ മുന്നിൽ ഇതൊരു ടാസ്ക് ആയിരുന്നു. ആ ടാസ്ക് നമുക്ക് മറികടക്കാൻ കഴിഞ്ഞു. പക്ഷേ ഇതിനേക്കാൾ വലിയൊരു ടാസ്ക്, കാലവർഷം പ്രതികൂലമായതുകൊണ്ട് ഇന്ന് രാത്രി കൊണ്ട് നാളെ പരിപാടി തുടങ്ങുന്നതിൻ്റെ മുന്നേ ഇവിടെ കംപ്ലീറ്റ് പ്ലാറ്റ്ഫോം വിരിക്കണം. അതിനുവേണ്ടി ആളുകൾ പുറത്ത് കാത്തിരിക്കണം. അപ്പോൾ അതുകൊണ്ട് ദീർഘമായി ആരും സംസാരിക്കുന്നില്ല. ഞങ്ങൾ ഈ വാഴക്കാട് പഞ്ചായത്തിൽ ഇതൊരു തുടക്കം എന്നുള്ള നിലയ്ക്ക് ഏറ്റെടുത്തൊരു ദൗത്യമാണ്, ഒരു ലിറ്ററേച്ചർ ഫെസ്റ്റ്, എല്ലാവരും പറഞ്ഞതുപോലെ. പക്ഷേ ഇത് 2 കൈയും നീട്ടി ആത്മാർത്ഥമായി സ്വീകരിച്ച നിങ്ങളോട് എങ്ങനെ നന്ദി പറയണമെന്ന് അറിയില്ല. താങ്ക്സ്. 2ാമത്തെ സെഷനിൽ നമുക്ക് വീണ്ടും കണ്ടുമുട്ടാം. ഓക്കെ. 2 വാക്കിൽ ഇതിന് ഈ കാര്യം സംസാരിക്കുന്നതിൻ്റെ കോർഡിനേറ്റർ മുജീബ് മാസ്റ്റർ. അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാതുഹു. ബഹുമാനപ്പെട്ട നേതാക്കന്മാരെ, ഏറ്റവും പ്രിയങ്കരായിട്ടുള്ള നാട്ടുകാരെ, നേരത്തെ എല്ലാവരും സൂചിപ്പിച്ചതുപോലെ ഞങ്ങൾ മാസങ്ങളായി പ്ലാൻ ചെയ്ത ഒരു പരിപാടിയാണ് മില്ലത്ത് കോൺക്ലേവ്. അത് പൂർവ്വമായിട്ട് അത് വിജയിച്ചു എന്നുള്ളത് ഞങ്ങൾക്ക് ആത്മാഭിമാനമുണ്ട്. ഞങ്ങളെക്കാൾ ആത്മാഭിമാനം നിങ്ങൾക്കാണ്. ഈ പരിപാടി വിജയിപ്പിച്ചത് ഈ കാണുന്ന ജനപ്രവാഹമാണ്. പ്രത്യേകിച്ച് ഇവിടെ എത്തിച്ചേർന്ന മുഴുവൻ ആൾക്കാരും വിവിധ ദേശങ്ങളിൽ നിന്ന്, വാഴക്കാട് പഞ്ചായത്തിലെ വിവിധ വാർഡുകളിൽ നിന്ന് വനിതകളടക്കം ഇവിടെ എത്തിച്ചേർന്നു എന്നുള്ളതാണ്. കൃതജ്ഞത എല്ലാവരോടും ഒറ്റവാക്കിൽ കൃതജ്ഞത രേഖപ്പെടുത്തുന്നു. അടുത്ത് ഉള്ള എല്ലാ പരിപാടികളും ഇതേപോലെ വിജയിപ്പിക്കാൻ സർവശക്തനായ നാഥനോട് ദുആ ചെയ്യണമെന്ന വസിയത്തോടുകൂടെ നിർത്തുന്നു. അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി. ഈ CFL ഏറ്റവും ഭംഗിയായി നടത്താൻ ഞങ്ങളോടൊപ്പം നിന്ന് പ്രവർത്തിച്ച മമ്പാട് MES കോളേജിൻ്റെ പ്രൊഫസർ പ്രിയങ്കരനായ വാഹിദ് ഹുദവി. CLF നടത്താൻ ഞങ്ങൾ പൊതിഞ്ഞു നിന്നത് ഈ വാഴക്കാട് പഞ്ചായത്തിലെ മുസ്ലിം ലീഗ് കമ്മിറ്റിയാണ്. ഞാൻ അവരെ കൃതജ്ഞത ഓർക്കുകയാണ്. ഒരു പഞ്ചായത്ത് കമ്മിറ്റിയും പൊതുവെ രാഷ്ട്രീയ പാർട്ടികളൊന്നും ധൈര്യം കാണിക്കാത്ത ഒരു വലിയ സാഹസത്തിനാണ് ഈ പഞ്ചായത്ത് കമ്മിറ്റി നേതൃത്വം നൽകിയത്. അവരെ പ്രത്യേകം അഭിനന്ദിക്കുന്നു. അതോടൊപ്പം വേദിയിലോ സദസ്സിലോ ഒന്നും മുഖം കാണാതെ, ക്യാമറയ്ക്ക് മുന്നിലില്ലാതെ, ഈ വേദിയുടെയൊക്കെ പുറത്ത് ട്രാഫിക് നിയന്ത്രിക്കുന്ന ആളുകൾ, ഭക്ഷണം തയ്യാറാക്കുന്ന സ്ഥലത്ത് തീർത്തും അദൃശ്യരായി അങ്ങേയറ്റം നിസ്വാർത്ഥമായി ഇതിനു വേണ്ടി പണിയെടുത്ത ഒരുപാട് ആളുകൾ, പ്രത്യേകിച്ച് ഞങ്ങളെ മീഡിയ വിങ് ഉണ്ട്. ആ മീഡിയ വിങ് കൂടെയാണ് നമ്മുടെ റീച്ച് കൂട്ടിയത്. എല്ലാവർക്കും നന്ദി. ഈ ചടങ്ങ് ഇവിടെ നടത്താൻ നേതൃത്വം നൽകിയ ഞങ്ങളുടെ പ്രിയപ്പെട്ട സഹപ്രവർത്തകർ MC, അതുപോലെ തന്നെ ലത്തീഫ്, ഇഞ്ചു തുടങ്ങിയ എല്ലാവരും, RP ഹാരിസ്, കബീർ ഹാജി, KV നിസാർ തുടങ്ങി, അതുപോലെ തന്നെ അലി അക്ബർ, ഷിഹാബ് തുടങ്ങി, അതോടൊപ്പം തന്നെ ഞങ്ങളോടൊപ്പം നിന്ന് പ്രവർത്തിച്ച സെനീർ, ജാസിം, തൻസീൽ, എല്ലാവരും ഇവിടെ സന്നിഹിതരാണ്. ഈ ചടങ്ങിന് 2 വാക്കിൽ ആശംസകൾ നേർന്നുകൊണ്ട് യൂത്ത് ലീഗിൻ്റെ ദേശീയ സെക്രട്ടറി CK ഷാക്കിർ. പ്രിയപ്പെട്ടവരെ, ഇവിടെ എല്ലാവരും സംസാരിച്ചു. നേരത്തെ നമ്മുടെ ഗഫൂർ സാഹിബ് പറഞ്ഞതുപോലെ തുടക്കം ഇങ്ങനെയാണെങ്കിൽ ഇതിൻ്റെ സമ്മേളനം എങ്ങനെയായിരിക്കും എന്നുള്ളതിൻ്റെ തെളിവ് ഇൻഷാ അല്ലാഹ് നമ്മൾ ഈ 2-ാം തീയതി നടക്കുന്ന പ്രകടനത്തിലും പൊതുസമ്മേളനത്തിൽ കാണിക്കണം. നമ്മുടെ പ്രിയപ്പെട്ട സാദിഖലി ശിഹാബ് തങ്ങൾ ഉൾപ്പെടെയുള്ള ആളുകളുണ്ട്. നമ്മുടെ ടീം ലീഡർ ബഹുമാനന ET മുഹമ്മദ് ബഷീർ സാഹിബ് ഇന്ന് ഈ പരിപാടി സമാപിക്കുന്നതിന് ഇവിടെ ഇരുന്നു. നമ്മുടെ പ്രിയപ്പെട്ട ജബാറാജ് ഉൾപ്പെടെയുള്ള എല്ലാവരുമുണ്ട്. ഇന്നലെ പങ്കെടുത്ത രാഹുൽ ഈശ്വർ എനിക്കൊരു മെസ്സേജ് ഇട്ടിരുന്നു. ഞാൻ ഒരുപാട് പരിപാടിയിൽ പങ്കെടുത്തിട്ടുണ്ട്, പക്ഷേ മുസ്ലിം ലീഗ് പാർട്ടി ഇത്ര മനോഹരമായി ഒരു പഞ്ചായത്ത് കമ്മിറ്റി ഹോർത്തൂസിനെ പോലെ മനോരമയും മാതൃവും സംഘടിപ്പിക്കുന്ന ഉഷാറായി സമ്മേളനത്തിന് മുന്നോടി സംഘടിപ്പിച്ചതും തുടക്കത്തിൽ തന്നെ ഇത്ര മനോഹരമായെങ്കിൽ
നേരത്തെ പ്രിയപ്പെട്ട ജുനൈദ് അനുജൻ പറഞ്ഞതുപോലെ ഇതിൻ്റെ 2ാം എഡിഷന് വേണ്ടി ആളുകൾ ആകാംക്ഷയോടെ കാത്തിരിക്കും. ഇത് ഒരു നാടിൻ്റെ, ലീഗിൻ്റെ മാത്രമല്ല ലീഗിനോട് ചേർന്ന് നിൽക്കുന്ന എല്ലാവരുടെയും പിന്തുണയാണ് പഞ്ചായത്ത് മുസ്ലിം ലീഗിൻ്റെ പ്രിയപ്പെട്ട നേതാക്കന്മാർക്ക്. ഇതിൻ്റെ അണിയർ പ്രവർത്തകർ ഹൃദയം കൊണ്ട് അഭിവാദ്യം ചെയ്ത് അവസാനിപ്പിക്കുന്നു. ജയ് ഹിന്ദ്, അസ്സലാമു അലൈക്കും. ഞങ്ങളുടെ ഭാരവാഹി NH അലി അടക്കമുള്ള ആളുകൾ ഇവിടെയുണ്ട്. ഈ ചടങ്ങ് ഇത്രയും മനോഹരമായി ഞങ്ങളെ കോർഡിനേറ്റ് ചെയ്യാൻ ഞങ്ങളോടൊപ്പം നിന്ന് പ്രവർത്തിച്ച ഈ പ്രോഗ്രാം കമ്മിറ്റി കൺവീനർ CT റഫീഖ് ഉണ്ട്, ചെയർമാൻ TP അഷ്റഫ് ഉണ്ട്. ആദ്യം TP അഷ്റഫ്. പ്രിയപ്പെട്ടവരെ, ഇതൊരു സമാപനമല്ല, ഒരു പുതിയ യാത്രയുടെ തുടക്കമാണ്. നമ്മുടെ നാടിൻ്റെ ഭാഷയും ചിന്തയും സൃഷ്ടിയും ഒന്നിച്ചു ചേർന്നൊരു ആഘോഷമായിരുന്നു ഈ യാത്ര. ചാലിയാറിൻ്റെ തീരത്ത് നിറഞ്ഞൊഴുകിയ വാക്കുകളും ചിന്തകളും സ്വപ്നങ്ങളും അവയെല്ലാം ഈ 2 ദിനങ്ങളെ അവിസ്മരണീയമാക്കി. നിറഞ്ഞൊഴുകുന്ന ചാലിയാറിലെ ഓളപ്പരപ്പ് പോലെ ഒളിമങ്ങാത്ത ഓർമ്മകൾ ഞങ്ങൾക്ക് സമ്മാനിച്ചത് നിങ്ങളാണ്. ഈ കരുത്തിന് ഊർജം പകർന്നു പുതിയ ചിന്തകളുമായി, പുതിയ മുഖങ്ങളുമായി, പുതിയ കഥകളുമായി നമുക്ക് വീണ്ടും കണ്ടുമുട്ടാം. നന്ദി വാക്കുകളിൽ ഒതുങ്ങാതെ ഹൃദയത്തിൽ ചേർത്ത് വെച്ച്. ഒരു ലിറ്ററേച്ചർ ഫെസ്റ്റിൻ്റെ ടാസ്ക് നമുക്കറിയാം. ഒരേ സമയം ഒരു ഗസ്റ്റ് പോരാ, അവരെ പാനൽ മുഴുവൻ ഈ വേദിയിലാണ് നിർത്തുന്നത്. ഇത് ഏറ്റവും കൃത്യമായി ഞങ്ങളോടൊപ്പം അറേഞ്ച് ചെയ്യുന്ന ഇതിൻ്റെ കൺവീനർ കൂടിയായ പ്രിയങ്കരനായ CT റഫീഖ്. സോറി, ഇത്രയും മനോഹരമായ സെഷന് ഈ സെഷൻ അഭംഗിയാവുമെന്ന് ഞാൻ ഭയപ്പെടുന്നു. സുദീർഘമായി സംസാരിക്കുന്നില്ല. ഇവിടെ പറഞ്ഞതുപോലെ ചാലിയാർ മനോഹരമായൊരു നദിയാണ്. നേരത്തെ വാണിജ്യരംഗത്ത് മരങ്ങൾ ഉൾപ്പെടെ ചാലിയാറിലൂടെ ഒഴുകിയിരുന്നു. അതിനിടയിൽ മലീമസമായി K റഹ്മാൻ സാഹിബിനെ ഉൾപ്പെടെയുള്ള നായകർ അത് ശുദ്ധജലമാക്കി മാറ്റി. ഇനി ഈ ടീം, പഞ്ചായത്ത് മുസ്ലിം ലീഗ് നേരത്തെ പേര് പറഞ്ഞവർ പറയാത്തവർ, ബഷീർ കെയും ജബ്ബാജി ഉൾപ്പെടെയുള്ള ഈ ടീം ഈ പൊതുസമൂഹത്തിന് ഉറപ്പു നൽകുന്നു, ആ ചാലിയാറിലൂടെ ഇനി അക്ഷരക്കൂട്ടങ്ങളുടെ കുത്തൊഴുക്കുണ്ടാകുമെന്നുള്ളതാണ്. ചാലിയാർ ലിറ്ററേച്ചർ ഫെസ്റ്റ് വിഭാവനം ചെയ്യുന്നതിൻ്റെ ഫസ്റ്റ് എഡിഷനാണ് ഇവിടെ സമാപിക്കുന്നത്. ഇൻഷാ അല്ലാഹ് വരും കാലങ്ങളിൽ ആ അക്ഷരക്കൂട്ടങ്ങളുടെ പെരുവർഷമായി ഉണ്ടാവും. പിന്തുണയായി നിങ്ങൾ ഉണ്ടാകണമെന്ന് മാത്രം സൂചിപ്പിച്ചുകൊണ്ട് നിർത്തുന്നു. ജയ് ഹിന്ദ്. ഈ ചടങ്ങിൽ ഇന്ന് വൈകുന്നേരമാണ് നമ്മുടെ പ്രിയങ്കരനായ ബഷീർ സാഹിബും നിയോജക മണ്ഡലം മുസ്ലിം ലീഗിൻ്റെ പ്രസിഡന്റ് PA ജബ്ബാർ ഹാജിയുടെ ഞങ്ങൾ ഇത്ര വലിയൊരു ടാസ്ക് ഏറ്റെടുക്കാൻ ഞങ്ങളുടെ ഈ 2 നേതാക്കളാണ് ഞങ്ങൾക്ക് പ്രചോദനം. ആദ്യം ഇതിന് ആശംസകൾ നേർന്നുകൊണ്ട് നിയോജക മണ്ഡലം മുസ്ലിം ലീഗിൻ്റെ പ്രസിഡന്റ് PA ജബ്ബാർ ഹാജി. പ്രിയപ്പെട്ടവരെ, ഇന്നലെ ഞാനും പ്രിയപ്പെട്ട ബഷീർ സാഹിബും UAE-യിലായിരുന്നു. ഞങ്ങൾ ഒരുമിച്ചാണ് മടങ്ങിയത്. ഇന്നലെ ഞങ്ങളോട് എയർപോർട്ടിൽ വെച്ച് ബഷീർ സാഹിബ് പറഞ്ഞു, ഈ ചാലിയാർ ലിറ്ററേച്ചർ നമുക്ക് നഷ്ടപ്പെടരുത്. അതിന് തന്നെയുള്ള ഞങ്ങളൊക്കെ ദിവസം വെട്ടിക്കുറച്ചാണ്, ഞങ്ങളുടെ പരിപാടി വെട്ടിക്കുറച്ചാണ് ഇത് വന്നത്. ഒരു പക്ഷേ ഇന്ന് ഇതിലെത്തിപ്പെടാൻ കഴിഞ്ഞില്ലായിരുന്നുവെങ്കിൽ ഞങ്ങളുടെ ജീവിതത്തിലെ ഏറ്റവും വലിയൊരു നഷ്ടമാവുമായിരുന്നു. ഇനിയുള്ള നാളുകൾ, അടുത്ത സമ്മേളനം എവിടെ ഉൾക്കൊള്ളും, എവിടെയാണ് സ്ഥലം എന്നുള്ളതാണ്. ചാലിയാറ് നമ്മൾ നികത്തേണ്ടി വരുമോ എന്നുകൂടി കരുതിയിരിക്കേണ്ടി വരും. അത്രമാത്രം വലിയൊരു ജനസാഗരം നമ്മൾ വീർപ്പ് മുട്ടി ജനങ്ങൾ കാത്തു നിൽക്കുന്നു എന്നതും ഞങ്ങൾക്കുള്ള ഒരു സൂര്യ തേജസ്സാണ്. എല്ലാവിധ അഭിവാദ്യങ്ങളും നിറഞ്ഞ സന്തോഷത്തോടെ തീരും. ഞങ്ങൾ ഈ പരിപാടി ഏറ്റവും മനോഹരമായി നടത്താൻ ഞങ്ങളുടെ പോഷകങ്ങൾ യൂത്ത് ലീഗ്, MSF, വനിതാ ലീഗ്, MSF ഹരിത, അതുപോലെ തന്നെ വനിതാ ലീഗിൻ്റെ യൂത്ത് വിങ്, KMCC, എല്ലാ പോഷകവും, പെൻഷനേഴ്സ് ലീഗ്, പ്രവാസി ലീഗ് മുഴുവൻ, ST അടക്കമുള്ള എല്ലാ അവരുടെയൊക്കെ സെഷനുകൾ നാളെ മുതൽ നമ്മുടെ ഈ വേദിയിൽ അരങ്ങേറുകയാണ്. അവരുടെയൊക്കെ മഹനീയമായ സേവനം ഞങ്ങൾ വിലമതിക്കുകയാണ്. ഇതിൻ്റെ സമാപന സെഷനിലേക്ക് നീങ്ങുകയാണ്. പ്രിയങ്കയുടെ വൈറ്റ് കാർഡ്, ഇത് ഇത്രയും മനോഹരമായി ഇത് സജ്ജീകരിച്ച വൈറ്റ് കാർഡ് അടക്കമുള്ള ഇന്ന് അതിരാവിലെ 6 മണിക്ക് പെരുമഴ കാലത്ത് പെരുമഴ പെയ്തപ്പോൾ അതിരാവിലെ ഇവിടെ വന്ന് ചാല് കയറി ഇതൊക്കെ സജ്ജീകരിച്ച് ഞങ്ങളെ പ്രിയപ്പെട്ട യൂത്ത് ലീഗിൻ്റെ പ്രവർത്തകർ, വൈറ്റ് കാർഡ് അവരുടെ സേവനം, അതുപോലെ ഏറ്റവും പ്രധാനപ്പെട്ട പ്രാദേശിക സ്വാഗത സംഘ കമ്മിറ്റിയാണ്. ഇവിടെ എല്ലാവരും ഉണ്ട്. അവരുടെ ഒന്നും പേര് പറയും, അവരുടെയൊക്കെ സേവനം വിലമതിക്കാനാവാത്താണ്. ഇത് പെരുമഴയത്താണ് അവർ ഈ ചാല് കയറി ഈ സ്റ്റേജൊക്കെ ഇവിടെ അറേഞ്ച്, അവരുടെയൊക്കെ സേവനങ്ങൾ ഞങ്ങൾ വിലമതിക്കുന്നു. ഇതിൻ്റെ അവസാന സെഷനിലേക്ക് നീങ്ങുകയാണ്. ഞങ്ങളുടെ പ്രിയങ്കരനായ ബാപ്പു, ഞങ്ങളുടെ പ്രചോദനം, അദ്ദേഹം ഈ സദസ്സ് ഇത്രയും മനോഹരമായി കണ്ടക്ട് ചെയ്യാൻ ഞങ്ങളോട് സഹകരിച്ച MSF-ൻ്റെയും ഹരിതയുടെയും വോളണ്ടിയേഴ്സിനുള്ള സർട്ടിഫിക്കറ്റ് നൽകുകയാണ്. അത് ഓരോ വോളണ്ടിയേഴ്സിനും പേര് വിളിക്കുന്നില്ല, വോളണ്ടിയേഴ്സിനെ ഈ സദസ്സിലേക്ക്, ഈ വേദിയിലേക്ക് ക്ഷണിക്കുകയാണ്. പോണോ?
എന്ത് ഈ ലിറ്ററേച്ചർ ഫെസ്റ്റിവലിന്റെ പരിസമാപ്തി കേരളത്തിലെ ഇന്നത്തെ ഏറ്റവും പ്രമുഖരായിട്ടുള്ള മുട്ടിപ്പാട്ട് ടീം ഇവിടെ ഈ വേദിയിൽ അവരുടെ ദിൽസെ ദിൽറുബ എന്ന പേരിൽ മുട്ടിപ്പാട്ട് അരങ്ങേറുകയാണ്. ഏതാനും നിമിഷത്തിനുള്ളിൽ പ്രിയപ്പെട്ട ശ്രോതാക്കളെ ഹാർദവമായി സ്വാഗതം ചെയ്യുകയാണ്, ക്ഷണിക്കുകയാണ്. ചാലിയാർ ലിറ്ററേച്ചർ ഫെസ്റ്റിവൽ തീരം തിരിച്ചറിവ് 2 ദിവസങ്ങളിലായി വാഴക്കാട്ട് ഈ മൈതാനം അക്ഷരങ്ങളാൽ ഒരു നദിയായി തീർന്നിരിക്കുകയാണ്. ഈ ഒരു ലിറ്ററേച്ചർ ഫെസ്റ്റിവലിന്റെ വിജയത്തിനായി സംഘാടക സമിതിയുമായി സഹകരിച്ച പ്രിയപ്പെട്ട വോളണ്ടിയർമാർ ഹിബ, നിഗ, അസ കമാൽ, റിയ, ഹൈഫ, സഫ, ദിൽന, ഫർഹാന, നജ്ഹ, റൗസിന, സഹദ്, ജഹാന, മിസ്രിയ, റാനിയ, നിഹാൽ, നൗറിൻ, റാഷിമ, ഫിദ, ദീഫ, ആയിഷ ഫുദ, സിതാര, ദിൽഷാന, ആഷിഖ്, റസൽ, യാസിർ, സിനാൻ കെ പി, റഷാഹു, റബി, നജാഹ്, ഹിദ, ഷംബി, റിഷാദ, ജിനാൻ, അനസ്, ഷംന, സഫാന, സുൽത്താന, ഫഹീം, നദ, മനാൽ, റിഷാദ് എം പി എന്നീ 50 വോളണ്ടിയേഴ്സിന്റെ സേവനത്തിലൂടെയും വൈറ്റ് ഗാർഡിന്റെയും മറ്റും കഠിനമായ ശ്രമമാണ് ഇവിടെ ചാലിയാർ ലിറ്ററേച്ചർ സംഭവിച്ചിട്ടുള്ളത്. എല്ലാ വോളണ്ടിയേഴ്സിനും നന്ദി അറിയിക്കുന്നു. അടുത്തത് ഈ ചടങ്ങിൻ്റെ കൺക്ലൂഷൻ നോട്ടാണ്. 2 കാര്യം. ഈ സദസ്സ്, ഈ പരിപാടി ഞങ്ങൾ തുടക്കം മുതൽ ഏറ്റവും മനോഹരമായി കവർ ചെയ്ത് ഞങ്ങളുടെ പ്രിയങ്കരനായ
ജാസിം തൻസീർ, അതുപോലെ തന്നെ സെനീർ അടക്കമുള്ള നമ്മുടെ മീഡിയ വിങ് വളരെ ഗംഭീരമായാണ് ഞങ്ങളുടെ സമ്മേളനം പെർഫോം ചെയ്തത്. അതിനുള്ള നന്ദിയും കടപ്പാടും പഞ്ചായത്ത് മുസ്ലിം ലീഗ് കമ്മിറ്റി കൊണ്ട് ഈ റിഷാദ് അടക്കമുള്ള ഞങ്ങളുടെ പ്രമുഖരായ ഞങ്ങളുടെ ഈ ടീമാണ് ഇത്രയും മനോഹരമാക്കിയത്. അതുപോലെ തന്നെ ഒരു വാക്ക് പറയാതിരിക്കാൻ വയ്യ, 3D സൗണ്ട് ഇത്രയും ഗംഭീരത്തോടെ. ഇന്ന് രാവിലെ ഇവിടെയൊക്കെ വെള്ളമായിരുന്നു, അത് അവർക്ക് ഒരുപാട് പ്രയാസങ്ങളുണ്ടായിട്ട്, എന്നിട്ടും ഒരു തടസ്സവും കൂടാതെ സമയബന്ധിതമായി ഞങ്ങളുടെ വേദി തയ്യാറാക്കിയ 3D സൗണ്ടിനെ ചിങ്കുവിനെ പ്രത്യേകം അഭിനന്ദിക്കുന്നു. ഈ ചടങ്ങിൻ്റെ കീനോട്ട് അഡ്രസ്സ്, ഇതിൻ്റെ സമാപന സന്ദേശം നൽകുന്നതിന് വേണ്ടി പ്രിയങ്കരനായ ബഷീർ കെ ആദരപൂർവ്വം ക്ഷണിക്കുന്നു. അസ്സലാമു അലൈക്കും. അൽഹംദുലില്ലാ, ഇവിടെ വളരെ ഭംഗിയായി കാര്യങ്ങളെല്ലാം അള്ളാഹുവിൻ്റെ അനുഗ്രഹം കൊണ്ട് നടന്നു. നമ്മുടെ നെയ്യത്ത് നന്നായതുകൊണ്ട് അള്ളാഹു നൽകിയ അനുഗ്രഹമായി നമ്മളിതിനെ കാണണം. എല്ലാവരെയും പ്രത്യേകമായിട്ട് അഭിനന്ദിക്കുകയാണ്. മാത്രമല്ല, 2 കാര്യങ്ങൾ പ്രത്യേകമായിട്ട് പറയാൻ സംഘാടകർ ഇതിൻ്റെ സമാപന സന്ദേശം എന്നുള്ളതിൽ പറയാൻ പറഞ്ഞു. അതെന്താണെന്ന് വെച്ചാൽ, ഇന്ന് നമ്മൾ വളരെ വിജയകരമായി നടത്തിയിട്ടുള്ള CLF, അതായത് ലിറ്ററേച്ചർ ഫെസ്റ്റിവൽ, ഇൻഷാ അല്ലാഹ് അടുത്ത വർഷത്തിലും നടക്കുന്നതാണെന്നാണ് ഒരു സംഗതി. മറ്റൊരു കാര്യം, നമ്മുടെ നേരത്തെ സംസാരിച്ച സമയത്ത് പ്രാദേശികമായ ചരിത്രം എന്ന് പറയുന്നതിൻ്റെ പ്രാധാന്യം മനസ്സിലാക്കി ഉജ്ജ്വലമായ ചരിത്ര പാരമ്പര്യമുള്ള ഈ നാടിൻ്റെ ചരിത്രം വിളിച്ചു ഓതുന്ന വിധത്തിലുള്ള ഡോക്യുമെൻറ്റേഷൻ, അതിനും പഞ്ചായത്ത് മുസ്ലിം ലീഗിൻ്റെയും യൂത്ത് ലീഗിൻ്റെയും എല്ലാം കമ്മിറ്റി വളരെ താല്പര്യപൂർവ്വം പ്രവർത്തിക്കുമെന്ന വാക്കും ഞങ്ങൾ അറിയിക്കുകയാണ്. എല്ലാവരും നന്മയ്ക്ക് വേണ്ടി ദുആ ചെയ്യണമെന്ന് അഭ്യർത്ഥിച്ചുകൊണ്ട്, സർവശക്തൻ്റെ അനുഗ്രഹത്താൽ ഇതിൽ വന്ന എല്ലാവർക്കും നന്മയുടെ കാര്യത്തിൽ സഹകരിച്ചതിനുള്ള കൂലി നൽകി അള്ളാഹു അനുഗ്രഹിക്കട്ടെ എന്ന് ദുആ ചെയ്തുകൊണ്ട് ഈ സമാപന സന്ദേശം ഇവിടെ അവസാനിപ്പിക്കുന്നു. അസ്സലാമു അലൈക്കും. ചടങ്ങിന് നന്ദി പറയുന്നതിന് വേണ്ടി വോളണ്ടിയർ ഷംനീനയെ ക്ഷണിക്കുന്നു. പ്രിയപ്പെട്ടവരെ, അസ്സലാമു അലൈക്കും. 2 ദിവസമായി പണിക്കരപ്രായ ഗസ നഗരിൽ നടന്നുകൊണ്ടിരിക്കുന്ന ചാലിയാർ ലിറ്ററേച്ചർ ഫെസ്റ്റിവൽ ഇവിടെ എത്തിച്ചേർന്ന ഈ പരിപാടി ഇത്ര മനോഹരമായി വിജയിപ്പിച്ച നിങ്ങളെല്ലാവരെയും ഞാൻ നന്ദി അറിയിക്കുന്നു. അതുപോലെ ഈ പരിപാടിക്ക് എല്ലാവിധ സൗകര്യങ്ങളും ഒരുക്കി തന്ന ഈ പരിപാടി സംഘടിപ്പിച്ച ഈ സംഘാടക കമ്മിറ്റിയെയും അതുപോലെ എൻ്റെ സഹപ്രവർത്തകരായ ഹരിത MSF വളണ്ടിയേഴ്സിനെയും ഞാൻ നന്ദി അറിയിക്കുന്നു. അതുപോലെ തന്നെ വരും വർഷങ്ങളിലും ചാലിയാർ ലിറ്ററേച്ചർ ഫെസ്റ്റ് നടത്തും എന്നും അറിയിക്കുന്നു. ആദ്യമായിട്ട് ഈ പഞ്ചായത്ത് തലത്തിൽ ആദ്യമായിട്ട് ലിറ്ററേച്ചർ ഫെസ്റ്റ് നടത്തുന്ന ഒരു പഞ്ചായത്ത് വാഴക്കാടായിരിക്കാം. അതിന് നമുക്ക് ഈ കമ്മിറ്റിയെ എല്ലാവരെയും വളരെ മനോഹരമായി തന്നെ അവർക്ക് നന്ദി അറിയിക്കാം. ഇവിടെ എത്തിച്ചേർന്ന എല്ലാവർക്കും ഒരു പ്രാവശ്യം കൂടി ഹൃദയം നിറഞ്ഞ് നന്ദി അറിയിച്ചുകൊണ്ട് ഞാൻ നിർത്തുന്നു. ഈ വേദി നമ്മുടെ മനോഹരമായ കലാപരിപാടിക്ക്